ഞാൻ ബൈബിൾ തുറന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 6-ാമത്തെ അധ്യായമാണ്. ഇതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ സമയത്ത് എന്തുകൊണ്ടും പറയാൻ ദൈവം ആഗ്രഹിക്കുന്ന വചനഭാഗവും ഇത് തന്നെയാണ്. ഏതാണ് വചനഭാഗം? ജീവൻ്റെ അപ്പം. ജീവൻ്റെ അപ്പം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ, 2-3 ആഴ്ചയായിട്ട്, ഒരു 3-4 ആഴ്ചയായിട്ട് എറണാകുളത്തുള്ള ഒരു പള്ളിയിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണും. സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ കത്തോലിക്ക സഭ അത് അംഗീകരിച്ചിട്ടില്ല. ഇതുവരെ അതിനെക്കുറിച്ച് പഠനം നടത്തുന്നു. അഭിവന്യ പിതാവ് അല്ലെങ്കിൽ രൂപതാ നേതൃത്വത്തിൽ അതിനുള്ള പ്രത്യേക സമിതി രൂപീകരിച്ച് അതിനുള്ള പഠനങ്ങൾ നടക്കുന്നു. സഭയാണ് പറയേണ്ടത് അത്ഭുതമാണോ അത്ഭുതമല്ലയോ. പക്ഷേ അങ്ങനെ ഒരു അത്ഭുതം നടക്കാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. കാരണം സഭയുടെ ചരിത്രത്തിൽ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ നമ്മൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ച് ധാരാളം കാണുന്നുണ്ട്. സഭയുടെ ചരിത്രത്തിൽ ഇന്നും ശാസ്ത്ര ലോകത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ലാൻസിയാനോയിലൊക്കെ അത്ഭുതം ഇപ്പോഴും സൂക്ഷിക്കപ്പെടും. 700-800 വർഷങ്ങൾക്ക് ശേഷവും കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി ഒരു അപ്പക്കഷ്ണം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറിയ ആ അപ്പവും അല്ലെങ്കിൽ ആ മാംസക്കഷ്ണവും ആ രക്തവും ഇപ്പോഴും ലാൻസിയാനോയിലെ ദൈവാലയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് 800 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം നടക്കാതിരിക്കാൻ സാധ്യത, അങ്ങനെ നടക്കാം. അത് ഇപ്പോൾ ഇവിടെ മാടവനയിൽ നടന്നത് യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പരിശുദ്ധ സഭയാണ്. അത് സഭയ്ക്ക് അതിൻ്റേതായ പ്രോസസ്സ് ഉണ്ട്. അത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ സഭ അതിനെക്കുറിച്ച് പറഞ്ഞോളും. ചേർന്ന് പറ ഹല്ലേലൂയ. ഉറക്കെ പറയണം ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്ന കാര്യം ജീവന്റെ അപ്പത്തെക്കുറിച്ചാണ്, പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. ജീവന്റെ അപ്പം, പരിശുദ്ധ കുർബാന. എന്താണ് പരിശുദ്ധ കുർബാന? എന്താണ് പരിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലം? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബലിപീഠങ്ങൾ ആക്രമിക്കപ്പെടുകയും പരിശുദ്ധ കുർബാനയ്ക്ക് എതിരെയുള്ള പല പല പ്രവണതകളും നടന്നുകൊണ്ടിരിക്കുകയും ആ കാരണത്താൽ തന്നെ അനേകം മക്കൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ദൈവാലയങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ബലിപീഠത്തിൽ നിന്നൊക്കെ അകന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെറുപ്പക്കാരുടെ, യുവതിയുവാക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. പരിശുദ്ധ കുർബാന ഇപ്പോൾ ഒരു വിവാദ വിഷയമായി കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ചേർന്ന് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ആ സാഹചര്യത്തിലാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വെളിപ്പെടുത്താൻ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത് പറയാൻ ഈശോ ഈ സമയം തിരുമനസ്സാകുന്നു. ചേർന്ന് പറ ഹല്ലേലൂയ. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഭിന്നിപ്പുണ്ടായത് എപ്പോഴാണെന്നറിയോ? അപ്പസ്തോലന്മാരെ വിട്, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. കാരണം ഈശോ അപ്പസ്തോലന്മാരായിട്ട് 12 പേരും, പക്ഷെ അതിൽ കൂടുതൽ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു അല്ലേ. 72ഓളം ശിഷ്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒത്തിരി പേര് ഈശോയുടെ കൂടെ കൂടി. യഥാർത്ഥത്തിൽ എപ്പോഴാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ഭിന്നിപ്പുണ്ടായത്? എപ്പോഴാ? പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അപ്പസ്തോലന്മാരുടെ ഉള്ളിൽ പോലും ഭിന്നിപ്പുണ്ടായത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഈശോ പരിശുദ്ധ കുർബാനയുടെ രഹസ്യം വെളിപ്പെടുത്തിയപ്പോഴാണ് ഈ വചനം മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് അനേകർ ഈശോയെ വിട്ടു പോയത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ സഹോദരങ്ങളെ പരിശുദ്ധ കുർബാന? എന്താണ് പരിശുദ്ധ ബലി? എന്താണ് ഈ അപ്പക്കഷ്ണത്തിൽ സംഭവിക്കുന്നത്? കാൽവരി മലയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഈ 2033 സഭ പോയിക്കൊണ്ടിരിക്കുക. 30 കഴിഞ്ഞാൽ 30 ആയിരിക്കും സഭ ഏകദേശം അത് ആഘോഷിക്കുന്നത്. 30 33 ആയിരിക്കും. എന്തിൻ്റെ ഓർമ്മയാണ്? വലിയ ജൂബിലികളുടെ സംഗമമാണ്. ഒന്നല്ല, പല പല ജൂബിലികളുടെ സംഗമമാണ്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ 2000 വർഷം തികയാൻ പോവുക. ഈശോ കുരിശി മരിച്ചിട്ട് 2000 നമ്മളൊരു ആഘോഷം നടത്തി. അതെന്താ? ഈശോയുടെ ജനനത്തിൻ്റെ 2000 വർഷം നമ്മൾ 2000 വലിയ ജൂബിലി ആയിട്ട് ആഘോഷിച്ചു. 2033 നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് എന്താ? ഈശോയുടെ കാൽവരിയിലെ കുരിശുമരണത്തിൻ്റെ 2000 വർഷം. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് നമുക്ക് തൻ്റെ ശരീര രക്തങ്ങൾ പകുത്തു നൽകുന്ന ഈ കൂദാശ സ്ഥാപിച്ചിട്ട് 2000 വർഷം. അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ സഭ സ്ഥാപിക്കപ്പെട്ടിട്ട് 2000 വർഷം.
പരിശുദ്ധ അമ്മയെ സഭയുടെയും നമ്മുടെയും ലോകം മുഴുവൻ്റെയും അമ്മയും നാഥയും സംരക്ഷകയുമായി നമുക്ക് നൽകിയിട്ട് 2000 വർഷം. അങ്ങനെ എത്രയോ കാര്യങ്ങളുടെ മഹാജൂബിലി സംഭവിക്കാൻ പോവുക. ചേർന്ന് പറ ഹല്ലേലൂയ. വലതുകരമുയർത്തി ശക്തിയോടെ പറ ഹല്ലേലൂയ. എന്താ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കുർബാന? പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? പഴയ നിയമത്തിലേക്ക് പോകണം. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയണമെങ്കിൽ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അതിൻ്റെ ഈ ബലിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത് പഴയ നിയമത്തിലാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. ലേവ്യരുടെ പുസ്തകത്തിൽ ദൈവവചനം പറയുകയാണ്, ഒരു കാളക്കുട്ടിയെ ബലിയായി സമർപ്പിക്കണം. എന്തിനു വേണ്ടി? പാപപരിഹാര ബലി. ലേവ്യരുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 27-ാമത്തെ വാക്യം പറയുകയാണ്, ഈ ബലി അർപ്പിക്കപ്പെട്ട മൃഗത്തിൻ്റെ മാംസത്തിൽ തൊടുന്നവർ, സ്പർശിക്കുന്നവർ എന്തായി തീരും? വിശുദ്ധരായി തീരും. ലേവ്യരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യം പറയുക, ഈ ബലിയർപ്പിക്കപ്പെട്ട ബലി മൃഗത്തിൻ്റെ മാംസത്തിൽ തൊടുന്നവർ. ആരാ? മാംസത്തിൽ തൊടുന്നവർ. വെറുതെ തൊട്ടാ മതി. ഈ ബലി അർപ്പിക്കപ്പെട്ട മൃഗത്തിൻ്റെ മാംസത്തിൽ തൊടുന്നവർ വിശുദ്ധരായി തീരുമെന്ന് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു. ചേർന്ന് പറ ഹല്ലേലൂയ. വീണ്ടും ലേവ്യരുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം പറയാണ്, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയാണെങ്കിൽ ഇവനെ പാപം ചെയ്ത് ജനത്തിന് മേൽ കുറ്റം വരുത്തിയതിന് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റൊരു കാളക്കുട്ടിയെ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. അതൊരു പുരോഹിതനാണെങ്കിൽ പോലും അവൻ ചെയ്ത കുറ്റത്തിന് എന്ത് ചെയ്യണം? പാപപരിഹാര ബലി അർപ്പിക്കണം. വീണ്ടും ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 21ഉം 22ഉം വാക്യങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്തോ. ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21ഉം 22ഉം വാക്യങ്ങൾ കിട്ടിയോ? എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് വായിക്കാവോ? അതിനാൽ അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അതിക്രമങ്ങളും പാപങ്ങളും ഏറ്റു പറയണം. ഏതാ അത്? ഊനമറ്റ ഒരു ആട്ടിൻകുട്ടി. അതായത് ഇസ്രായേൽ ജനം പാപം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവജനം പറയാ, പിതാവായ ദൈവം മോശയോട് പറയാ, ദൈവജനം പാപം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം. ആ ആട്ടിൻകുട്ടിയെ കുറിച്ച് ഞാൻ ആ ഭാഗം മാത്രമേ വായിക്കുള്ളൂ, അതിൻ്റെ പശ്ചാത്തലം മുഴുവൻ വായിക്കുന്നില്ല. ആ ആട്ടിൻകുട്ടിയുടെ പ്രത്യേകത അത് ഊനമറ്റതായിരിക്കണം. അതിന് ശരീരത്തിൽ പാടൊന്നും പാടില്ല. നല്ല വെളുത്ത് നായർമല്യം. അത് എന്തിൻ്റെ അടയാള? പരിശുദ്ധിയുടെ അടയാള. എന്ന് പറഞ്ഞാൽ പാപമുള്ളതിന് അല്ലെങ്കിൽ കളങ്കമുള്ളതിന് അല്ലെങ്കിൽ കറയുള്ളതിന് ഒരിക്കലും വേറൊരു വ്യക്തിയുടെ പാപം ഏറ്റെടുക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൽ എന്തുമാത്രം മതങ്ങളുണ്ട് അല്ലേ? ലോകത്തിൽ എന്തുമാത്രം മതസ്ഥാപകരുണ്ട്. ലോകത്തിൽ എന്തുമാത്രം ദേവന്മാരുണ്ട് അല്ലേ? പല പല ദേവന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ, പൗലോസ്ലീഹ പറയുന്നത് ദേവന്മാരും ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നവർ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെയുണ്ട്. എത്രയോ സ്ഥാപകരുണ്ട്. പക്ഷേ ഇവരാരെങ്കിലും ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞോ? ഇവരാരെങ്കിലും പറഞ്ഞോ ഞാൻ നിങ്ങളുടെ പാപം ഏറ്റെടുക്കാം, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, നിങ്ങൾക്ക് ഞാൻ പാപമോചനം തരാം, ഞാൻ പോവുകയാണ് സ്വർഗത്തിലേക്ക്, ഞാൻ മരിച്ചടക്കം ചെയ്യപ്പെടില്ല, ഞാൻ മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കും, എന്നിട്ട് ഞാൻ വീണ്ടും വരും, നിങ്ങളെയും കൂട്ടിയിട്ട് പോവും. മരിക്കുന്നതിന് മുമ്പ്, പീഡാസഹനത്തിന് മുമ്പ് ഈശോ പറഞ്ഞതാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഏതെങ്കിലും മതസ്ഥാപകരോ ഏതെങ്കിലും ദേവന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവങ്ങളോ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാം, ഇല്ല. ഒരുവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. കാരണം അവൻ പാപമില്ലാത്തവനാണ്. പാപമില്ലാത്തവന് മാത്രമേ മനുഷ്യകുലത്തിൻ്റെ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ.
അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, അഹ്റോനോട് പറയുക, ഒരു ഊനമറ്റ ആട്ടിൻകുട്ടി, അതിന് പാണ്ടോ പാടോ എന്നുണ്ടാവും, ശരീരത്തിൽ ഒരു കറുത്ത പുള്ളിയോ പാടോ ഒന്നും പാടില്ല, അതിന് ചട്ടോ ഞൊണ്ടോ പാടില്ല, നല്ല കൊഴുത്ത നല്ലൊരു ഊനമറ്റ ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടി എന്തിൻ്റെ പ്രതീകം? ഈശോ മിശിഹായുടെ പ്രതീകം. പാപങ്ങളില്ലാത്ത പൂർണ്ണതയുള്ള ദൈവസത്തയിൽ ദൈവവും മനുഷ്യനുമായ യേശു ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് ഈ ആട്ടിൻകുട്ടി. സമയത്തിൻ്റെ പൂർണ്ണതയിൽ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അടയാളമായി അന്ന് പിതാവായ ദൈവം മോശയോട് പറഞ്ഞു, മോശയോട് ചെയ്യാനല്ല പറഞ്ഞു, അഹ്റോനോട് പറയുക. എന്താ അങ്ങനെ അഹ്റോനോട് പറയാൻ പറഞ്ഞ്? മോശയല്ലേ ലീഡർ? മോശ ചെയ്താൽ പോരെ? മോശയല്ലേ ലീഡർ? മോശ നീ പോയിട്ട് ഒരു ആട്ടിൻകുട്ടീനെ എടുത്ത് അങ്ങോട്ട് ബലിയർപ്പിക്കുന്ന അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, അഹ്റോനോട് പറയണം. അഹ്റോൻ ആരാ? പുരോഹിതൻ. അപ്പൊ ബലിയർപ്പിക്കേണ്ടത് ആരാ? പുരോഹിതൻ. അഹ്റോനോട് പറയുക. അഹ്റോൻ വരട്ടെ. അഹ്റോൻ വന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഊനമറ്റ ആട്ടിൻകുട്ടിയുടെ തലയെ തൊടണം. എന്നിട്ട് മനുഷ്യകുലത്തിൻ്റെ നേരെ, അതായത് തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന ഒരു പറ്റം ജനം, ഒരു 10, 50, 100 പേര്, അവരുടെ നേരെ കൈ ഉയർത്തി അവരുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് ഈ ആട്ടിൻകുട്ടിയിൽ ആരോപിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് ഊനമറ്റ ആട്ടിൻകുട്ടി, ഇതിന് പാപമില്ല, ഇതിന് ഒരു ഞൊണ്ടോ പാടോ ഒന്നുമില്ല, പൂർണ്ണനായ മിശിഹായുടെ പ്രതീകമായി അടയാളമായി ഒരു ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടി എന്ത് ചെയ്യണം? ആട്ടിൻകുട്ടിയുടെ മേൽ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ആരോപിക്കണം. പാപങ്ങൾ പറഞ്ഞ് ഈ കൂട്ടർ ചെയ്യാനിരിക്കുന്ന സകല പാപങ്ങളും ഈ ആട്ടിൻകുട്ടിയിൽ ആരോപിക്കണം. അപ്പം ഈ ആട്ടിൻകുട്ടി എന്തായി തീർന്നു? പാപങ്ങൾ വഹിക്കപ്പെട്ട ആട്ടിൻകുട്ടിയായി തീർന്നു. ഈ ആട്ടിൻകുട്ടി എന്ത് ചെയ്യണം? ആ വചനം തുടർന്ന് വായിച്ചേ. അവൻ്റെ തലയിൽ കൈവച്ച് അഹ്റോൻ ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റു പറയണം. ആരുടെ? ആട്ടിൻകുട്ടിയുടെ തലയിൽ കൈവച്ച്. എന്നിട്ടോ ബാക്കി വായിച്ച് എല്ലാവരും ഒരുമിച്ച് ഉറക്കെ വായിക്കേ. അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി. ഏതിൻ്റെ? ഈ ആട്ടിൻകുട്ടിയുടെ. അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കണ്ടോ? ഈ പാപങ്ങളെല്ലാം ഈ ആട്ടിൻകുട്ടിയുടെ മേൽ എണ്ണി പറഞ്ഞ് ഇതിൻ്റെ തലയിൽ ആരോപിച്ച് ഒരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്ത് എങ്ങോട്ട് വിടണം? മരുഭൂമിയിലേക്ക് വിടണം. എന്നിട്ടോ കോലാട് അവയുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്നയാൾ ആടിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട ഇതൊരു വലിയ പ്രവചനം കൂടിയാ. കാൽവരിയിൽ ഈശോ പൂർത്തീകരിക്കേണ്ട ബലിയുടെ മുന്നാസ്വാദനമായി പഴയ നിയമത്തിൽ സംഭവിച്ചൊരു ബലി ഇവിടെ സംഭവിച്ചതെന്നാ? ഈ അഹ്റോൻ വന്ന് ജനത്തിന്റെ പാപങ്ങൾ മുഴുവൻ ഈ ആട്ടിൻകുട്ടിയുടെ തലയിൽ ശിരസിൽ അടിച്ചാരോപിച്ച് ഇതിനെങ്ങോട്ടേക്ക് അയക്കും? മരുഭൂമിയിലേക്ക് അയക്കും. ഒരാളുടെ കൈവശം ഈ വിജനപ്രദേശത്തുകൂടെ ഈ മനുഷ്യൻ ഈ ആടിനെ നയിച്ച് അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും. ഈ മരുഭൂമിയിൽ വെച്ച് വെള്ളം കിട്ടാതെ, ആഹാരം കിട്ടാതെ അത് പീഡ അനുഭവിക്കും. അതിനുശേഷം ഏതെങ്കിലും ക്രൂര മൃഗങ്ങൾ അല്ലെങ്കിൽ ക്രൂര പക്ഷികൾ അതിനെ ആഹാരമാക്കും. അതിനെ കടിച്ചു കീറി കൊന്ന് അതിൻ്റെ രക്തം ഭൂമിയിൽ ഒഴുക്കപ്പെടും. അങ്ങനെ അതിൻ്റെ രക്തം ഭൂമിയിൽ ഒഴുക്കപ്പെടുമ്പോൾ മനുഷ്യകുലം പാപം, അവരുടെ പാപം, അല്ലെങ്കിൽ അത്രയും പേരുടെ 100 പേരുടെ പാപമാണല്ലോ ആരോപിച്ചത്, ആ 100 പേർ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നു എന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചു. ഇതാണ് പഴയ നിയമത്തിലെ പാപപരിഹാര ബലി. വലതുകരമെടുത്ത് പറ ഹല്ലേലൂയ. ചേർന്ന് സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അങ്ങനെയുള്ള ഈ ബലി മൃഗത്തിൻ്റെ ശരീരത്തിൽ മാംസത്തിൽ തൊട്ടാ പോലും അവർ വിശുദ്ധരായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥത്തിൽ പാപപരിഹാര ബലി. സമയത്തിൻ്റെ പൂർണ്ണതയിൽ, കാലത്തിൻ്റെ പൂർണ്ണതയിൽ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഈശോ മിശിഹായെ ബലി കുഞ്ഞാടായി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഈശോ മിശിഹ ഈ ഭൂമി വന്നു. 30 വർഷം രഹസ്യ ജീവിതം നയിച്ചു, 3 വർഷം പരസ്യ ജീവിതം നയിച്ചു, സുവിശേഷം പ്രഘോഷിച്ചു.
മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി തൻ്റെ സുവിശേഷ പ്രഘോഷണ അല്ലെങ്കിൽ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അവൻ എന്ത് ചെയ്തു? അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊരുക്കണം? ബലി ആരംഭിക്കാൻ പോവാ. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊരുക്കണം? ഉറക്കെ പറ. പെസഹ, അത്താഴം ഒരുക്കണം എന്നാണ് പറഞ്ഞേ. അത്താഴം ഒരുക്കണം എന്നാണ് പറഞ്ഞേ. എന്താ ഒരുക്കണ്ടേ? പെസഹ, അത്താഴമല്ല. അത് ഈശോയുടെ അവസാനത്തെ അത്താഴമായി, അത് ശരിയാ. പക്ഷേ ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞത് അത്താഴം ഒരുക്കണം എന്നല്ല. എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം മക്കളെ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു അത്താഴം ഒരുക്കണം, ഒടുക്കലത്തെ അത്താഴം. അങ്ങനെയാണ് ഈശോ പറഞ്ഞത്. അല്ല, എനിക്ക് നിങ്ങളോടുകൂടെ ഇത് പൂർത്തിയാകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടുകൂടെ പെസഹ ഭക്ഷിക്കേണ്ടതുണ്ട്. എന്താ പെസഹ? എന്താ പെസഹ? പെസഹ പുറകോട്ട് പോകണം. എവിടം വരെ പോകണം അമ്മച്ചി? പെസഹായിലേക്ക് എവിടം വരെ പോകണം? പുറകോട്ട് എവിടം വരെ പോകണം? പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകണം. ഏത് ദിവസത്തിലേക്ക്? ഏത് ദിവസത്തിലേക്കാണ് പോകേണ്ടത്? പെസഹ. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം എവിടെ? ഈജിപ്തിന്റെ അടിമത്തത്തിൽ. അടിമത്തം എന്ന് പറഞ്ഞ പാപത്തിന്റെ അടിമത്തത്തിന് സമാനം. ഇസ്രായേൽ ജനം അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ കിടക്കുമ്പോ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശെ പ്രവാചകനെ കർത്താവ് ഉയർത്തി അവന്റെ നേതൃത്വത്തിൽ തേനും പാലും ഒഴുകുന്ന വാഗ്ദാന നാട് ജെറൂസലേം, ഇസ്രായേൽ ദേശം, ഇസ്രായേൽ ദേശത്തേക്ക് തേനും പാലും ഒഴുകുന്ന വാഗ്ദാന നാട്ടിലേക്ക് അവനെ നയിച്ചു. ഇതെന്തിൻ്റെ പ്രതീക? ഈ ഭൂമി. ഈ ഭൂമിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ഭൂമിയാണ് അടിമത്തം. ആരുടെ അടിമത്തം? പാപത്തിൻ്റെ അടിമത്തം, പിശാചിൻ്റെ അടിമത്തം, ഈജിപ്തിൻ്റെ അടിമത്തം. ഈ അടിമത്തത്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമായ സ്വർഗീയ ജെറൂസലേമിലേക്ക് പോകുന്നതിൻ്റെ അടയാളമാണ് പെസഹ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് മോശ പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ പെസഹ ഭക്ഷിക്കണം. പെസഹ ഭക്ഷിക്കാൻ ഓരോ കുടുംബം എന്ത് ചെയ്യണം? ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം. അവിടെയും പറഞ്ഞ് ആട്ടിൻകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഊനമറ്റതായിരിക്കണം. ഊനമറ്റതായിരിക്കണം ഈ ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടിക്ക് പാണ്ടോ ചട്ടോ ഞൊണ്ടോ ഒന്നും പാടില്ല. ഊനമറ്റ ഈ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ഒരു കുടുംബം, ഇനി നിങ്ങൾക്കത് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ 1, 2, 3 കുടുംബങ്ങളെ കൂടെ കൂട്ടിക്കോ. അത് കഴിക്കാൻ പറ്റുന്ന അത്ര ആളുകളെ കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ആട്ടിൻകുട്ടിയെ ഛേദിച്ച് അതിൻ്റെ മാംസം പെസഹ ഭക്ഷിക്കണം. പെസഹ ഭക്ഷിക്കണമെങ്കിൽ വെറുതെ കുറച്ച് ഇറച്ചി മാത്രം ഉണ്ടായാൽ പോരാ, അതിന് ചില ക്രമങ്ങളുണ്ട്. പെസഹ ഒരുക്കണമെങ്കിൽ എന്ത് വേണം? പെസഹായ്ക്ക് ചുട്ടെടുത്ത മാംസം വേണം, കയ്പുള്ള ഇലകൾ വേണം, പാനീയം വേണം. പാനീയം എന്താ? മുന്തിരിച്ചാറ്. അപ്പം വേണം, പുളിപ്പില്ലാത്ത അപ്പം വേണം. ഇത് 4 അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഇതുണ്ടെങ്കിലേ പെസഹയാവുള്ളൂ. അത്താഴം ഒരുക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താ അതൊക്കെ ഉണ്ടാക്കാം, അല്ലേ? ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അത്താഴത്തിന് വരണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ, അല്ലെങ്കിൽ ബിജിലച്ചൻ അല്ലെങ്കിൽ അച്ഛന്മാർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് അത്താഴത്തിന് ഒരു അച്ഛന് ഇഷ്ടമുള്ളത് എന്താണെന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കും, അതൊക്കെ ഉണ്ടാക്കി വെക്കും, അല്ലേ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ അത്താഴമാണെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ പെസഹായ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഉണ്ടാക്കേണ്ട സാധനങ്ങളുണ്ട്. എന്തൊക്കെയാ? അതിനെ ചുട്ടെടുത്ത മാംസമാണ്. അപ്പോൾ ഈശോ അപ്പസ്തോലന്മാരോട് പറയാ, എനിക്ക് വേണ്ടി നിങ്ങൾ പെസഹ ഒരുക്കണം. അപ്പോൾ അവർ ആ മാളികയുടെ, സെഹിയോൻ മാളികയുടെ മുകളിൽ പോയി അവർ പെസഹ ഒരുക്കി. പെസഹ ഒരുക്കിയെങ്കിൽ ഒന്നാമതായി അവിടെ എന്തുണ്ടായിരിക്കണം? ചുട്ടെടുത്ത മാംസം വേണം. രണ്ടാമതായിട്ട് വീഞ്ഞുണ്ടാവണം, പുളിപ്പില്ലാത്ത അപ്പം വേണം, കയ്പുള്ള ഇലകൾ വേണം. ഇതെല്ലാം വെച്ച് അവർ പെസഹ ഒരുക്കി. ഇസ്രായേൽ ജനം പെസഹ ഭക്ഷിച്ചിരുന്നത് എങ്ങനെയാ? അവർ എഴുന്നേറ്റ് നിന്ന് വടി കൈയിൽ പിടിച്ച്, എന്തിനാ? ചെരുപ്പിട്ട് വടി കൈ പിടിച്ച്. എന്താ? നമ്മൾ പോവുക യാത്രയ്ക്ക്. എവിടുന്ന്? ഈ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് സ്വർഗമാകുന്ന ഓർസലത്തെ ജെറൂസലേമിലേക്ക് യാത്ര ചെയ്തതിൻ്റെ പ്രതീകമായി ഈ പെസഹ ചെരുപ്പിട്ട് വടി കയ്യിൽ പിടിച്ച് വേഗത്തിൽ ഭക്ഷിക്കണം. എന്തിനെ ലക്ഷ്യം വെച്ച്? അതുകൊണ്ട് തന്നെ യഹൂദ ജനം പെസഹ ഭക്ഷിച്ചിരുന്നത് മുഖത്തോട് മുഖം നോക്കി വട്ടം കൂടിയിരുന്നല്ല. പിന്നെ എങ്ങനെയാ? ജെറൂസലേം ദേവാലയം ഇരിക്കുന്ന ദിക്കിലേക്ക് തിരിഞ്ഞു വടി പിടിച്ച് ചെരുപ്പിട്ട് വേഗത്തിൽ. ഈ അൽത്താരയിൽ ഒരു പടമുണ്ട്, പെസഹായുടെ പടം. ഈ അൽത്താരയിലെ പടം, അല്ലേ? അത് പെസഹായുടെ പടം എന്നല്ല, നമ്മൾ അന്ത്യത്താഴം, ലാസ്റ്റ് സപ്പർ, ഡാവിഞ്ചി വരച്ച ലാസ്റ്റ് സപ്പർ. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ പെസഹ. ഇതല്ല, ഇത് ഡാവിഞ്ചി വരച്ചൊരു പടമാ. 500 വർഷം മുമ്പ്, 500-600 വർഷം മുമ്പ് ഡാവിഞ്ചി വരച്ചൊരു പടമാണ്, ഒരു പിക്ചർ. ഇതല്ല പെസഹ. ഇത് പെസഹായുടെ ഓർമ്മയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പെസഹായ്ക്കൊരു ക്രമമുണ്ട്.
പെസഹായുടെ ക്രമത്തിലാണ് പെസഹ ആഘോഷിച്ചത്. അങ്ങനെ അതിന് 4 പാനപാത്രങ്ങൾ, ചരിത്രപരമായിട്ട് നോക്കിയാൽ 4 പാനപാത്രങ്ങൾ കുടിക്കണം അല്ലേ? 4 പാനപാത്രങ്ങൾ. ഓരോ പാനപാത്രവും കഴിയുമ്പോൾ സ്തോത്രഗീതം ആലപിക്കണം, എന്നുള്ള സങ്കീർത്തനങ്ങൾ പാടണം. അങ്ങനെ ഓരോ പാനപാത്രവും കുടിച്ച് സങ്കീർത്തനങ്ങൾ ആലപിച്ച് 4ാമത്തെ പാനപാത്രം പൂർത്തീകരിച്ച് സങ്കീർത്തനം ആലപിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അതായത് സ്തോത്രഗീതം ആലപിച്ചു കഴിഞ്ഞാൽ മാത്രമേ പെസഹ പൂർണ്ണമാവുകയുള്ളൂ. പെസഹ പൂർണ്ണമാണെങ്കിൽ ഈ 4 പാനപാത്രങ്ങൾ ഭുജിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ പെസഹായിൽ നമ്മൾ കാണാം 3 പാനപാത്രങ്ങൾ. ആദ്യത്തെ 2 പാനപാത്രം അവൻ കുടിക്കുന്നു, 3ാമത്തെ പാനപാത്രം ഉയർത്തിയിട്ട് പറയുന്നു, ഇത് എൻ്റെ രക്തമാണ്. 3ാമത്തെ പാനപാത്രം ഉയർത്തിയിട്ട് ഈശോ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ ഞാൻ ചിന്തുന്ന എൻ്റെ രക്തമാണ്, നിങ്ങൾ ഇത് വാങ്ങി കുടിക്കുവിൻ. എന്നിട്ട് ഈശോ പറഞ്ഞു, ദൈവരാജ്യത്തിൽ ഇനി ഇത് പൂർത്തീകരിക്കുന്നത് വരെ മുന്തിരിച്ചാറിൽ നിന്ന് ഞാൻ കുടിക്കില്ല. 3ാമത്തെ പാനപാത്രം കുടിക്കാതെ സഹോദരങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്ക്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ എൻ്റെ രക്തം. ആദ്യ 2 പാനപാത്രങ്ങൾ കുടിച്ച് സ്തോത്രഗീതം ആലപിച്ചു. 3ാമത്തെ പാനപാത്രം ഉയർത്തിയത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ആ പാനപാത്രത്തിലെ മുന്തിരിച്ചാറിനെ തൻ്റെ രക്തമായി നാളെ അടുത്ത ദിവസം തുടങ്ങാൻ, അല്ലെങ്കിൽ തുടർന്ന് തുടങ്ങാൻ, ഇതിന് ശേഷം സ്തോത്രഗീതം ആലപിച്ചിട്ട് പോയത് ഒലിവ് മലയിലേക്കാണ്. അവിടെ നിന്ന് തുടങ്ങുക രക്തമൊഴുകുന്നത്. ഈ രക്തമൊഴുകി തൻ്റെ ജീവനും ജീവിതവും എല്ലാം ഇവിടെ അവസാനിപ്പിച്ച് മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി തുടങ്ങുന്നതിൻ്റെ അടയാളമായി ഈശോ പറഞ്ഞു, ഇത് നിങ്ങൾ കുടിക്കുക. ഇനി 4ാമത്തെ പാനപാത്രം ഇപ്പം ഞാൻ കുടിക്കില്ല, ഇത് പൂർത്തിയാകുന്നത് വരെ. 3ാമത്തെ പാനപാത്രത്തിൽ പെസഹ ബ്രേക്ക് ചെയ്തിട്ട് സ്തോത്രഗീതം ആലപി, ഇത് തുടരുകയാണ്. സ്തോത്രഗീതം ആലപിച്ച് തുടരുക, കണ്ടിന്യൂ ചെയ്യുക. എന്താ പറയണത്? അവൻ സ്തോത്രഗീതം ആലപിച്ചിട്ട് ഒലിവ് മലയിലേക്ക് പോയി എന്ന് പറഞ്ഞ പെസഹ കണ്ടിന്യൂ ചെയ്യുന്നു. ദേ ഇവിടെ ഉയർത്തിയിട്ട് ഈശോ പറയുക, ഇതെൻ്റെ രക്തം, ഇത് നിങ്ങൾ വാങ്ങി കുടിക്കുവിനെന്ന് പറഞ്ഞിട്ട് അല്പം സമയം കഴിഞ്ഞപ്പോൾ ഒലിവ് മലയിൽ ചെന്ന് അവൻ രക്തം ആദ്യ തുള്ളി തറയിൽ വീഴ്ത്തി രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങുക ഈശോയുടെ പീഡാസഹനം. പിറ്റേന്ന് ഇതാ അവിടെ നിന്ന് നയിക്കുക 4 വിചിത്രമായ 4 കോടതികളിലെ വിചാരണകൾ ഒറ്റ രാത്രിയിൽ. വിചിത്രമായ 4 കോടതിയിലെ വിചാരണകൾ. ഇതിനുശേഷം ഈശോ പോകുന്ന എങ്ങോട്ടാ? കാൽവരിയുടെ വിരിമാറിൽ 3 ആണികളിൽ 2 കള്ളന്മാരുടെ നടുക്ക് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു ബലിമൃഗത്തെ പോലെ തൂങ്ങിക്കിടന്നുകൊണ്ട് അവൻ കരം വിരിക്കുകയാണ്. അവൻ കരം വിരിച്ചു പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? ഈ മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്തത് പിതാവിന് സമർപ്പിച്ചു. പിതാവിന് സമർപ്പിച്ചിട്ട് പിതാവിന് കൊടുത്ത് എല്ലാം തീരാനായി എന്ന് കണ്ടപ്പോൾ, എല്ലാം നിറവേറി, അവസാനം മാതാവിനെ യോഹന്നാനെ ഏൽപ്പിച്ചു. അവസാനത്തെ കാര്യമായിരുന്നു അത്. അതും കഴിഞ്ഞപ്പോൾ ഈശോ പറയുക, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഈശോയ്ക്ക് ദാഹിച്ചേ. അതിനു മുമ്പ് ഈശോയ്ക്ക് ദാഹിച്ചില്ലേ? അതിനു മുമ്പ് ദാഹിച്ചു. ഈശോ കാൽവരിയിൽ വന്നപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? ചൊറുക്ക കൊടുത്തു അല്ലേ? ചൊറുക്കാന്ന് പറഞ്ഞാൽ പുളിച്ച വീഞ്ഞിനെയാണ് ചൊറുക്കാന്ന് പറഞ്ഞത്. നമ്മുടെ ഇവിടെ നമ്മൾ വേറെ പല സാധനങ്ങളും പുളിപ്പിച്ചുണ്ടാക്കും. അവരവിടെ വീഞ്ഞ് പുളിപ്പിച്ച് ചൊറുക്ക ഉണ്ടാക്കും. വിനാഗിരി, പുളിച്ച വീഞ്ഞ് കൊടുത്തു. ഈശോ അത് നിരസിച്ചു. ദാഹം ഇല്ലാഞ്ഞിട്ടല്ല, വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഈശോ വേണ്ടെന്ന് പറഞ്ഞു. ഈശോ അത് നിരസിച്ചു. പക്ഷേ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയാ, എനിക്ക് ദാഹിക്കുന്നു. നിങ്ങൾ കരുതുന്നുണ്ടോ സഹോദരങ്ങളെ കേവലം കുറച്ച് വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമാണതെന്ന്? അത് ഈശോയുടെ ദാഹം കേവലം കുറച്ച് ജലത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നല്ലോ. പിന്നെയോ ഈ ലോകത്തിൽ അന്നേ വരെ ജനിച്ച് ജീവിച്ച് സകല മനുഷ്യർക്കും വേണ്ടി ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം യുഗാന്ത്യം വരെ ജനിച്ച് ജീവിക്കാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെ, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിനെ പ്രതിയുള്ള ദാഹം, കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറയുകയാ, എനിക്ക് ദാഹിക്കുന്നു. ആ സമയം അവർ ഒരു നീർപ്പഞ്ഞി എടുത്ത് ഈ പുളിപ്പിച്ച ചൊറുക്ക, പുളിച്ച വീഞ്ഞ് ഒരു നീർപ്പഞ്ഞിയിൽ മുക്കി ഈശോയുടെ അധരത്തിൽ വെച്ചു കൊടുത്തു. ആദ്യം നിരസിച്ച കർത്താവ് ഈ ചൊറുക്ക അല്ലെങ്കിൽ പുളിച്ച വീഞ്ഞ് രുചിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എവിടെയാ പറഞ്ഞത്? തലേന്ന് പറഞ്ഞു, 4ാമത്തെ പാനപാത്രം ഇപ്പൊ ഞാൻ കുടിക്കില്ല, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകാതെ ഈ ബലി
കാൽവരിയിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ഈ ബലി പൂർത്തിയാകുന്ന എപ്പോഴാ? നാലാമത്തെ പാനപാത്രം കുടിക്കില്ല. പുളിച്ച വീഞ്ഞു കുടിച്ച് രുചിച്ചിട്ട് ഈശോ പറയുകയാ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. തുടർന്ന് ഈശോ കൈവിരിച്ച് ദാവീദിന്റെ സങ്കീർത്തന സ്തോത്ര ഗീതമായി ആലപിച്ചു, ഏലി ഏലി ലാമാ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. ഇത് ഈശോയുടെ വിലാപമല്ല, പിന്നെയോ ദാവീദിന്റെ സങ്കീർത്തനം പാടി അവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ അങ്ങയുടെ എൻ്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് തല ചായ്ച്ച് മരിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ഈശോ അർപ്പിച്ച ഈ ബലി ഇന്ന് പരിശുദ്ധ കുർബാനയായി എൻ്റെയും നിങ്ങളുടെയും നാവുകളിൽ അലിഞ്ഞിറങ്ങുമ്പോൾ ഓർത്തോണേ, ഈശോ ചങ്കു പൊട്ടി ശരീരത്തിൽ വേദന സഹിച്ച് തന്ന ഒരു ബലിയാണ് ഇതെന്ന് ഓർക്കണം. ഒരു സമ്മാനമാണെന്ന് ഓർക്കണം. എനിക്കും നിനക്കും പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു സന്തോഷമുണ്ടോ? നമ്മുടെ പലരുടെയും ചിലരുടെയൊക്കെ ഇങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്കുള്ള കാട്ടായങ്ങളൊക്കെ കാണുമ്പോൾ വലിയ സങ്കടമാണ് സഹോദരങ്ങളെ. എനിക്കൊരു മഹാവിശുദ്ധനെ അറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹം ഒരു 6ാം പട്ടക്കാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ പണ്ട് 7 പട്ടങ്ങളുണ്ടായിരുന്നു. പൗരോഹിത്യത്തിൽ 7 പട്ടങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് 4 പട്ടയുള്ളൂ. ഇപ്പോൾ 4ാം പട്ടമാണ് പൗരോഹിത്യം, അച്ഛനാവുക. അതിനു മുമ്പ് മൈനർ ഓർഡറുകൾ 3 എണ്ണം കിട്ടും. 4ാമത്തെ പട്ടമാണ് പൗരോഹിത്യം. പണ്ട് 7 പട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പട്ടം പള്ളിയുടെ വാതിൽ തുറക്കാനുള്ള പട്ടമാണ്. അതങ്ങനെ വന്നു അവസാനം 6ാമത്തെ പട്ടമാണ് ഡീക്കൻ പട്ടം. അപ്പോൾ 3ാമത്തെ പട്ടം എക്സോർസിസ്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചുകളെ ബന്ധിക്കാനുള്ള പട്ടമായിരുന്നു 3ാമത്തെ പട്ടം. അതിപ്പോൾ ഇല്ല. ഹല്ലേലൂയ. അത് സെമിനാരിൽ ചേർന്നൊരു 3-4 വർഷം കഴിയുമ്പോഴേക്ക് എക്സോർസിസ്റ്റ് എന്ന് പറയുന്ന ആ പട്ടം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ പിശാചിന് നമ്മൾ കുറച്ചും കൂടെ റാങ്ക് കൂട്ടി. അതുകൊണ്ട് ഇപ്പോൾ പിശാചിനെ പുറത്താക്കണമെങ്കിൽ മെത്രാൻ്റെ സ്പെഷ്യൽ അനുവാദം വേണം. അതായത് മെത്രാൻ പട്ടം പിശാചിന് കൊടുത്തോന്ന് എനിക്ക് സംശയമുണ്ട്. ഹല്ലേലൂയ. കാരണം ഇപ്പോൾ പിശാചിൻ്റെ അടുത്ത് ഔദ്യോഗികമായിട്ട് എക്സോർസിസം ചെയ്യണമെങ്കിൽ പിതാവ് ഔദ്യോഗികമായിട്ട് എക്സോർസിസ്റ്റ് എന്ന് പറഞ്ഞ് രൂപതയിൽ ഒരു വൈദികനെ പ്രത്യേകം നിയോഗിക്കും. അവരാണ് ഒഫീഷ്യൽ എക്സോർസിസ്റ്റ്. അപ്പോൾ അത് ബിഷപ്പിൽ മാത്രം അത് സംവരണം ചെയ്തിരിക്കുകയാണ്. പണ്ട് അങ്ങനെയായിരുന്നില്ല. അച്ഛനാവണതിന് മുമ്പ് 3ാം പട്ടം കിട്ടുമ്പോൾ തന്നെ എക്സോർസിസ്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. അച്ഛനാവണതിന് മുമ്പ് പിശാചിനെ കണ്ട റോട്ടിൽ പോയി അടിക്കായിരുന്നു അവനെ. ഇപ്പോൾ അതങ്ങനെ പറ്റൂല. ഉറക്കെ പറ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അല്ലേ? ഇപ്പം നമ്മളെ കൂടെ പട്ടം ആർക്ക് കൊടുത്തു? പിശാചിന് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അങ്ങനെയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഫ്രാൻസിസ് 6ാം പട്ടക്കാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഡീക്കനായിരുന്നു, പെർമനൻറ്റ് ഡീക്കൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അന്ന് സഭ പരിശുദ്ധ മാർപ്പാപ്പ നേരിട്ട് ഒരു കർദിനാളിനെ ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. ഫ്രാൻസിസിനോട് പറയുകയാണ്, ഫ്രാൻസിസേ നീ പൗരോഹിത്യം സ്വീകരിക്കണം, നീ പുരോഹിതനാവണം, നീ അച്ഛൻ പട്ടം സ്വീകരിക്കണം, നീ 7ാം പട്ടം സ്വീകരിച്ച് കർത്താവിൻ്റെ ബലിയർപ്പിക്കണം. അപ്പോൾ ഫ്രാൻസിസ് പുണ്യാളം പറഞ്ഞെന്നറിയോ? പിതാവേ, അനുസരണക്കേടായി കരുതരുതേ, എന്നോട് പൊറുക്കണമേ, ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നില്ല. കാരണം ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചാൽ ഓരോ ദിവസവും കർത്താവിൻ്റെ പൂജ്യ ശരീരം കൈകളിൽ എടുത്ത് ഉയർത്തണം. ഈ കൈകളിൽ വെച്ച് ഞാനത് 2ആയി വിഭജിക്കണം. എൻ്റെ കൈകളിൽ കിടന്ന് ഓരോ ദിവസവും ഈശോ പിടഞ്ഞ് വേദന അനുഭവിക്കണം. കർത്താവിൻ്റെ ഈ തിരുശരീരം കൈകൊണ്ട് സ്പർശിക്കാൻ ഈ അയോഗ്യ പാപിയുടെ ഈ കരങ്ങൾക്ക് യോഗ്യത ഇല്ല പിതാവേ. ഇതാണ് ഫ്രാൻസിസ് പുണ്യാളൻ്റെ മറുപടി. പൗരോഹിത്യം സ്വീകരിച്ചില്ല മരിക്കുന്നത് വരെ. 46ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം നിത്യ ഡീക്കനായിരുന്നു. അപ്പൊ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കാത്തതിന് ഉള്ള കാരണം എന്താ? ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, കർത്താവിൻ്റെ ഈ പൂജ്യ ശരീരത്തെ എൻ്റെ കൈകളിൽ സ്വീകരിക്കാൻ ഈ അയോഗ്യ പാപിയുടെ കരങ്ങൾക്ക് യോഗ്യതയില്ല എന്നുള്ളതാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്കും ഇല്ല, ഒരച്ഛന്മാർക്കും അതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, മാർപ്പാപ്പയ്ക്കും ഇല്ല. ഈശോയുടെ ഈ പൂജ്യ ശരീരത്തെ കൈകളിൽ സ്വീകരിക്കാനുള്ള യോഗ്യത പക്ഷെ കർത്താവ് ഇത് നമുക്ക് നൽകുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചില അമ്മച്ചിമാരൊക്കെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കയ്യും കൊണ്ട് വരണത് കണ്ട സത്യത്തിൽ സങ്കടം വരും സഹോദരങ്ങളെ. പറ്റുമെങ്കിൽ നാവിൽ തന്നെ സ്വീകരിക്കണം കേട്ടോ. പറ്റുമെങ്കിൽ നാവിൽ തന്നെ സ്വീകരിക്കണം കേട്ടോ. ദിവ്യകാരുണ്യം പറ്റുമെങ്കിൽ നാവിൽ തന്നെ സ്വീകരിക്കണേ. വേദനയോടെ പറയണേ. ദിവ്യകാരുണ്യം കൊടുക്കുമ്പോൾ കാണുന്ന സങ്കടം കൊണ്ട് പറയുന്നതാ.
പ്രിയ സഹോദരങ്ങളെ, കൈകൊണ്ട് തൊട്ടാൻ പോലും നമുക്ക് യോഗ്യതയില്ല. ഈ ദിവ്യകാരുണ്യത്തെ കൈകൊണ്ട് തൊട്ടാൻ പോലും നമുക്ക് യോഗ്യതയില്ല. പക്ഷെ കർത്താവിൻ്റെ അനന്ത കരുണ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഈ ബലിയുണ്ടല്ലോ, വിശുദ്ധ പാതിരപ്പിയോ 4-5 മണിക്കൂർ എടുത്തിട്ട കുർബാനയിൽ നിന്നേ. നിങ്ങൾക്കറിയോ ഈ കുർബാന ഇന്ന് നമുക്ക് നമ്മുടെ വികാരിയച്ഛൻ ഞായറാഴ്ചകളിൽ എങ്ങാനും കുർബാന 5 മിനിറ്റ് ഒന്ന് നീണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോക്കും പിടിച്ചുകൊണ്ട് 2-3 ചേട്ടന്മാർ ഈ പരിപാടി ഇവിടെ പറ്റത്തില്ല അച്ചോ അല്ലേ. നമ്മളിപ്പോൾ എന്താ എല്ലാം ഒരു സിസ്റ്റമായി. നമുക്കെല്ലാം 6:30 തുടങ്ങുന്ന കുർബാന മാക്സിമം പോയാൽ 7:05, അത് വിട്ടു പോയാൽ തോക്കെടുക്കും. ഹല്ലേലൂയ. പാതിരപ്പി അച്ഛൻ 3-4 മണിക്കൂർ എടുത്ത ബലി അർപ്പിച്ചുകൊണ്ടിരുന്നേ. അച്ഛൻ ഈ ബലി ഇതെടുക്കും, ഈ പരിശുദ്ധ കുർബാന കൈകളിൽ എടുക്കും. എന്നിട്ട് വിഭജിക്കേണ്ട സമയവും അദ്ദേഹത്തിന് വിഭജിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇദ്ദേഹം ലൈവായിട്ട് അൾത്താരയിൽ കാണുകയാണ്. എൻ്റെ കൈകളിൽ ഇരുന്ന് ഈശോ പ്രാണവേദന അനുഭവിക്കുന്നത്, എൻ്റെ കൈകളിൽ നിന്ന് എൻ്റെ തമ്പുരാൻ പ്രാണവേദന അനുഭവിക്കുന്നത് കണ്ട് മണിക്കൂറുകൾ നിന്ന് കരയുമായിരുന്നു. എന്നിട്ട് അവസാനം ഇതും പിടിച്ചോണ്ട് നിൽക്കുക. ഇതൊന്ന് വിഭജിച്ചാലേ പരിശുദ്ധ കുർബാന പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് ഈ പരിശുദ്ധ കുർബാനയും പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പാതിരപ്പിയോ നിൽക്കുമ്പോൾ ആളുകൾ കൂടെ നിന്ന് കരയും. മണിക്കൂറുകളായിട്ട് ഇത് വിഭജിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന പാതിരപ്പിയോയെ കണ്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുമെന്നറിയാമോ? സുപ്പീരിയർ അച്ഛൻ വരും, അവരുടെ കമ്മ്യൂണിറ്റി ഗാർഡിയൻ അച്ഛൻ വന്ന് ചവിട്ടി പറയും, അച്ഛാ ഈശോയെ വിഭജിക്കച്ചാ, അല്ലെങ്കിൽ കുർബാന തീരത്തില്ല വിഭജിക്കച്ചാ എന്ന് പറയും. അനുസരണം വ്രതമായി എടുത്ത പാതിരപ്പിയോ സുപ്പീരിയർ അച്ഛൻ്റെ കൽപ്പനയെ ധിക്കരിക്കാൻ പറ്റാതെ വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടത് വിഭജിക്കും. അല്ലാതെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനായിരുന്നില്ല അവിടെ ആളുകൾ വരുന്നത്. അച്ഛൻ കരയുന്ന സമയത്ത് ദിവ്യകാരുണ്യവും പൊക്കിപ്പിടിച്ച് കൂടെ കരയാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ വിദൂര ദേശത്തു നിന്ന് പോലും പാതിരപ്പിയുടെ കുർബാനയ്ക്ക് വന്നിരുന്നു എന്നത് ചരിത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയിൽ നടക്കുന്ന ദൈവീക രഹസ്യം പൂർണ്ണ തോതിൽ എന്ന് പറഞ്ഞാൽ ഒരു അംശം, പരിശുദ്ധ കുർബാനയിൽ നടക്കുന്ന ആ വലിയ ദൈവീക രഹസ്യത്തിൻ്റെ ഒരു അംശം, ഏറ്റവും ചെറിയൊരു അംശം എന്ന് പറഞ്ഞാൽ ഒരു കൂറ്റൻ പാറയെ നോക്കിക്കഴിഞ്ഞാൽ ആ പാറ പൊടിച്ച് ഏറ്റവും അവസാനം ഈ ഹോളിനോളം വലിയൊരു പാറ പൊടിച്ച് അതിൻ്റെ അവസാനത്തെ ഏറ്റവും ചെറിയൊരു പൊടിയുണ്ടല്ലോ, ആ പൊടിയുടെ അത്രമുള്ള ഒരു അംശം വെളിപ്പെട്ട് കിട്ടിയവനാണ് പാതിരപ്പിയോ. അത്രയും ഒരു അംശം വെളിപ്പെട്ട് കിട്ടിയ പാതിരപ്പിയോയ്ക്ക് ആ കുർബാന പൂർത്തീകരിക്കാൻ പറ്റണില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അൾത്താരയിൽ ബലി അർപ്പിക്കുന്ന ഒരു പുരോഹിതന് ഈ കുർബാനയുടെ യഥാർത്ഥ രഹസ്യം വെളിപ്പെട്ടിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യും? ആ കുർബാന പൂർത്തീകരിക്കാതെ ചങ്ക് പൊട്ടി പിടഞ്ഞു വീണ് മരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പരിശുദ്ധ കുർബാനയിൽ രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്നത്. വലത് കരമെടുത്ത് പറ ഹല്ലേലൂയാ. ശക്തിയോടെ ചങ്ക് പൊട്ടി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദര സഹോദരി, പ്രിയ യുവാവേ യുവതി, പ്രിയ കുഞ്ഞേ, പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവ സാന്നിധ്യത്തെ നീ തിരിച്ചറിയണം. ഈ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് കുർബാന നമുക്കൊരു ഭാരമായി തീരുന്നത്. കുർബാന നമുക്കൊരു എന്തായി തീരുന്നു? ഇപ്പം നമുക്ക് കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം. എൻ്റെ പ്രിയ സഹോദരനെ, ഞാൻ ഒരു ദിവസം, അതായത് കഴിഞ്ഞ ഈസ്റ്ററിന് മുമ്പ് ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ തട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോട്ടോ എൻ്റെ കണ്ണിൽ പെട്ടു. ഈ ഫോട്ടോ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവുമോ? ആ ഫോട്ടോ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഭാഗമാണ് ആ ഫോട്ടോ. ആ ഫോട്ടോ ഇതാണ്. പരിശുദ്ധ അമ്മയും വിശുദ്ധ മഗ്ദലേന മറിയവും ഈശോയെ ചമ്മട്ടിക്കടിച്ച സ്ഥലത്ത് നിന്ന്, അതായത് ആ സിനിമയിലെ ഒരു രംഗമാണ്, ഈശോയെ ചമ്മട്ടിക്കടിച്ച് അവിടെ മുഴുവൻ രക്തം തളം കെട്ടിക്കിടക്കുക. ഈ തളം കെട്ടിക്കിടക്കുന്ന രക്തം ഈശോയെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നു. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ആ രംഗം ഓർക്കാൻ പറ്റും. ഈശോയെ 2 കാലിലും പിടിച്ച് പട്ടാളക്കാർ വലിച്ചുകൊണ്ട് പോകുന്നു. അവിടെ മുഴുവൻ രക്തം തളം കെട്ടിക്കിടക്കുക. ഈശോയുടെ അമ്മയെ, പരിശുദ്ധ അമ്മയും മറിയ മഗ്ദലേനയും കൂടെ ഒരു വെളുത്ത തുവാലയുമായിട്ട് അവിടെ വരുന്നുണ്ട്. ഒരു വെളുത്ത തുവാലയുമായി വന്ന് മുട്ടുകുത്തി നിന്ന് തറയിൽ കിടക്കുന്ന ഈശോയുടെ രക്തം തുടച്ചെടുക്കുന്ന രംഗമാണത്. ഈ രംഗം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാനത് കണ്ടപ്പോൾ
അതുവരെ ഞാനിത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ താമസിച്ചുള്ള ധ്യാനങ്ങൾ നടത്തുമ്പോൾ അതിനകത്തെല്ലാം ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ കുമ്പസാരത്തിൻ്റെ തലേന്ന് കാണിക്കാറുണ്ട്. പിള്ളേരെല്ലാം അത് യൂത്തൊക്കെ അത് കണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. സാധാരണയായി ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുള്ള ചിത്രമാണ്, അല്ലെങ്കിൽ ആ സിനിമ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊന്നും തോന്നാത്ത ഒരു ചിന്ത ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ ചിന്തിച്ചു. ആ ട്രെയിനിലിരുന്ന് തന്നെ ഞാൻ വെറുതെ ചില കാര്യങ്ങൾ വെറുതെ മൊബൈലിൽ തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തെടുത്തു. ഞാൻ എന്നിട്ട് അത് വെറുതെ അന്ന് തന്നെ കൊള്ളാലോ നല്ലതാണെന്ന് കണ്ടപ്പോൾ തോന്നി. ഇപ്പോൾ ഞാൻ അന്ന് തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. കുറേ പേര് അത് കണ്ടിട്ട് ബ്രദറെ ഒരു പുതിയ അനുഭവം ഉണ്ടായത് വായിച്ചപ്പോൾ എന്ന് ഒത്തിരി പേര് എന്നോട് പറഞ്ഞു. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്ക് അന്ന് ട്രെയിനിൽ ഇരുന്നപ്പോൾ തോന്നിയ ഒരു അനുഭവം വെറുതെ ഞാൻ കുത്തിക്കുറിച്ചതാണ്. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്നവർ ഇത് വായിക്കാൻ അല്പസമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഒരു പക്ഷേ മെത്രാന്മാരും വൈദികരും ഡീക്കന്മാരും സമർപ്പിതരും വിശ്വാസികളും ഉൾപ്പെടെ നമ്മളിൽ പലരും ശുദ്ധീകരണ സ്ഥലത്തിൽ കൂടുതൽ കാലം കിടക്കാൻ കാരണമാകുന്ന കുറ്റം എന്നിട്ടിട്ട് ഒരു ആശ്ചര്യം കൂടി കിട്ടും. അപ്പോൾ അതും കൂടെ കണ്ടപ്പോൾ എന്തായാലും ആൾക്കാർ വായിക്കുമെന്ന് തോന്നി. എന്തായാലും പരിശുദ്ധാത്മാവ് തോന്നിച്ചതുപോലെ ഞാനങ്ങ് എഴുതി. ഞാനിങ്ങനെ എഴുതിയത്, മെൽ ഗിബ്സൺ സംവിധാനം ചെയ്തത് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമ എല്ലാവർക്കും സുപരിചിതമാണല്ലോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അതിദാരുണമായ പീഡാസഹനം, മരണം, ഉത്ഥാനം എന്നിവ അതിമനോഹരമായി ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, ചില അടിസ്ഥാന മതബോധനവും ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നു. ഈ സിനിമയിൽ മനോഹരവും വികാര നിർഭരവുമായ ഒരു രംഗമുണ്ട്. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ മറിയം മഗ്ദലേനയും ഈശോയെ അതിക്രൂരമായി ചമ്മട്ടികൾ കൊണ്ടടിച്ച പീലാത്തോസിന്റെ കൽത്തളത്തിൽ തളം കെട്ടിയിരുന്ന തിരുരക്തം ഒരു വെളുത്ത തുവാല കൊണ്ട് തുടച്ചെടുക്കുന്നു. ഈ രംഗം ഒരു മതബോധനം എന്ന നിലയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ രംഗം കാണുമ്പോൾ തൻ്റെ പുത്രൻ്റെ പീഡയിൽ ഏറെ വേദനിക്കുന്ന ഒരു അമ്മയുടെയും ഒരു നല്ല സുഹൃത്തിൻ്റെയും സാധാരണ പ്രവൃത്തിയാണെന്ന് ആദ്യ കാഴ്ചയിൽ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആ രംഗത്തിനുള്ളിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും എത്ര വിലപ്പെട്ടതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇക്കാലത്ത് നമ്മിൽ പലരും മാരകമായ പാപത്തിൻ്റെ അവസ്ഥയിലാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഈശോയുടെ ശരീരമാണ് സ്വീകരിക്കുന്നത് എന്ന യഥാർത്ഥ ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എത്ര ലാഘവത്തോടു കൂടിയാണ് പരിശുദ്ധ കുർബാനയെ നാം കൈകാര്യം ചെയ്യുന്നത്. അനുദിനം നടക്കുന്ന ഒരു സാധാരണ പ്രവൃത്തി മാത്രമായി ദിവ്യകാരുണ്യ സ്വീകരണം മാറിയിരിക്കുന്നു. അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മിൽ നിന്ന് ഈശോയുടെ തിരുശരീരത്തിനും തിരുരക്തത്തിനും എതിരെ അറിയാതെ പോലും ഒരു അനാദരവ് സംഭവിക്കരുതെന്ന് ഈ രംഗം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പരമ്പരാഗതമായി പരിശുദ്ധ കുർബാന വിതരണം ചെയ്യാൻ അനുവദിക്കപ്പെട്ടവർ ദിവ്യകാരുണ്യം നൽകുമ്പോൾ തങ്ങളുടെ കൈകളാൽ ഈശോയുടെ തിരുശരീരത്തിൻ്റെ ഒരു തരി പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അടർന്നു വീഴുന്ന ഒരു ചെറുതരി പോലും ചെറുതരിയിൽ പോലും ഈശോ പൂർണ്ണമായും കുടികൊള്ളുന്നു എന്ന ബോധ്യമാണ് അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ഇതുവരെ മാറ്റിയിട്ടില്ലാത്ത സഭയുടെ പരമ്പരാഗത പ്രബോധനവും. ഈശോയുടെ തിരുശരീരത്തിൻ്റെ ഒരു തരി പോലും നിലത്തു വീണു പോകാതിരിക്കാൻ പ്രത്യേക തിരുപാത്രങ്ങൾ തന്നെ പരമ്പരാഗതമായി നാം ഉപയോഗിച്ചു പോന്നിരുന്നു. ഈ തിരുപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദൈവാലയ ശുശ്രൂഷികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന പാരമ്പര്യവും നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് നിലത്ത് വീണ് പോയേക്കാവുന്ന പരിശുദ്ധ കുർബാനയുടെ ചെറുതരികൾ പോലും സംരക്ഷിക്കപ്പെട്ടിരുന്നു. ദിവ്യകാരുണ്യ വിതരണ സമയത്ത് അറിയാതെ നിലത്ത് വീണു പോകുന്ന ദിവ്യകാരുണ്യം അതിപൂജ്യമായി അടക്കം ചെയ്യുകയും പരിശുദ്ധ കുർബാന വീണ തറയിലെ ആ ഭാഗത്തെ പരിശുദ്ധ കുർബാനയുടെ ചെറുതരികൾ വരെ വളരെ സൂക്ഷ്മതയോടെ തുടച്ചെടുക്കുകയും ആ ഭാഗം മറ്റാരും ചവിട്ടാതിരിക്കാൻ തിരിശീല കൊണ്ട് മൂടിയിടുകയും ചെയ്യുന്ന വിശുദ്ധ പാരമ്പര്യവും നമുക്കുണ്ടായിരുന്നു. ഇതെല്ലാം പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സജീവ സാന്നിധ്യത്തെ കൂടുതൽ ശ്രദ്ധാപൂർവം തിരിച്ചറിയാൻ നമ്മെ സഹായിച്ചിരുന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഈ പാരമ്പര്യങ്ങൾ എവിടെയൊക്കെയോ കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു എന്നത് വേദനാജനകമായ യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ കുർബാനയിൽ കുടികൊള്ളുന്ന ഈശോയുടെ സജീവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അവബോധം നഷ്ടപ്പെട്ടു തുടങ്ങിയത് കൊണ്ടാണോ ഇത്ര ലാഘവത്തോടെ ദിവ്യകാരുണ്യത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് സംശയിച്ചു പോകുന്നു.
അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരു പുരോഹിതനായിരുന്നില്ല. അദ്ദേഹം മരിക്കുന്നത് വരെ ഡീക്കനായി തുടർന്നു. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം കർദിനാൾമാരുടെ തലവൻ തന്നെ അദ്ദേഹത്തോട് പൗരോഹിത്യം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ എളിമയോടെ അത് നിരസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: തിരുപ്പട്ടം സ്വീകരിച്ചാൽ അനുദിനം പരിശുദ്ധ ബലിയിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങളെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഈശോയുടെ തിരുശരീര രക്തങ്ങളെ കൈകൊണ്ട് സ്പർശിക്കാൻ ഈ അയോഗ്യ പാപിയുടെ കരങ്ങൾക്ക് യോഗ്യതയില്ല. അതിനാൽ തിരുപ്പട്ടം സ്വീകരിക്കുന്നില്ല. ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ കൈകൊണ്ട് സ്പർശിക്കാൻ യോഗ്യതയുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എന്നിട്ടും എത്ര ലാഘവത്തോടെയാണ് ദിവ്യകാരുണ്യ ഈശോയെ നാം കൈകളിൽ സ്വീകരിക്കുന്നത്. മുട്ടുകുത്തി നാവ് നീട്ടി എത്ര ഭയഭക്തിയോടെയാണ് നമ്മുടെ പൂർവീകർ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചിരുന്നത്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ കുഞ്ഞു മക്കളിൽ പോലും ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തി വർദ്ധിക്കാൻ അത് ഇടവരുമായിരുന്നു. മുട്ടുകുത്തി നാവ് നീട്ടി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു തലമുറ ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങനെ ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നു. ഒരു പക്ഷേ മെത്രാന്മാരും വൈദികരും ഡീക്കന്മാരും സമർപ്പിതരും വിശ്വാസികൾ ഉൾപ്പെടെ നമ്മളിൽ പലരും ശുദ്ധീകരണത്തിൽ സ്ഥലത്തിൽ കൂടുതൽ കാലം കിടക്കാൻ കാരണമാകുന്ന കുറ്റം ദിവ്യകാരുണ്യത്തെ ബഹുമാനമില്ലാതെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു എന്നതാകാം. എൻ്റെയും ലോകം മുഴുവനുമുള്ള സകല ക്രിസ്ത്യാനികളുടെയും അശ്രദ്ധയാൽ നിന്ദിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും നിലത്ത് വീണ് ചവിട്ടപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ചേർന്ന് പറ ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന എന്താണെന്ന് ആദ്യം പഠിക്കണം. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ആരാ പറഞ്ഞ്? ഈശോ പറഞ്ഞതാ. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഈ വചനം കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് പോലും ഇടർച്ചയുണ്ടായി. അവർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്. അവർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈശോ അതിനെ ലഘൂകരിച്ചു കൊടുത്തില്ല. സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കാരണം അത് എൻ്റെ അപ്പൻ ചങ്ക് പൊട്ടി അർപ്പിച്ച ബലിയ. അത് കോംപ്രമൈസിനുള്ളതല്ല. ഈശോ ചെയ്തില്ല കോംപ്രമൈസ്. ഈശോ പറഞ്ഞു എന്താ? കുറേ പേര്, അതായത് വചനം കൃത്യമായിട്ട് പറയും 6-ാമത്തെ അധ്യായത്തിൽ എന്താ പറയണേ? ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞ് അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. പരിശുദ്ധ കുർബാനയിൽ ആദ്യത്തെ പിളർപ്പ് കണ്ടോ? അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അങ്ങനെ തന്നെയാ വചനം പറയണേ. ഈശോ തടഞ്ഞു നിർത്തിയില്ല. മക്കളെ പോവല്ലേ, നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി ഒന്ന് കോംപ്രമൈസ് ചെയ്യാം. ഇല്ല, മിണ്ടിയില്ല, പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അത്രയും പേര് പോയി കഴിഞ്ഞാൽ 12 പേര് മാത്രം പോകാതെ നിൽക്കുക. ഭൂരിപക്ഷം പേരും പോയി. 12 പേര് മാത്രം പോകാതെ നിൽക്കുന്ന 12 പേരെ കണ്ടിട്ട് ഈശോ ചോദിച്ചത് എന്താണെന്നറിയോ? എന്താ? നിങ്ങളും പോകണില്ലേ? വചനം വായിച്ചു നോക്കിക്കോ. അത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാ. നിങ്ങളും പോകണില്ലേ? പത്രോസ് ചാടി എണീറ്റ് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെവിടെ പോവും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലിൽ ഉണ്ടല്ലോ, ഞങ്ങൾ എവിടെ പോവും? പോകാതെ നിന്ന 12 പേര് അതിനകത്ത് ഒരുവൻ പിന്നെയും പോയി. പിന്നെ അതിന് പകരം മത്തിയാസ് കയറി അപ്പോസ്തലന്മാരെന്നറിയപ്പെട്ടു. പോകാതെ നിന്ന 12 പേര്, അവരിലൂടെ ഇന്ന് ലോകം മുഴുവൻ പരിശുദ്ധ കുർബാന എത്തി. അവരിലൂടെ ലോകം മുഴുവൻ എന്ത് ചെയ്തു? ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. അവരിലൂടെ ഇന്ന് കാണുന്ന 700 കോടിയിലധികം വരുന്ന മനുഷ്യർ, 700 കോടിയിലധികം വരുന്ന ഈ മനുഷ്യരിൽ ഒരു പകുതിയിൽ താഴെ ഇന്ന് ക്രിസ്ത്യാനികളാണ്. 130 കോടിയിലധികം കത്തോലിക്കരുണ്ട്. 130 കോടിയിലധികം കത്തോലിക്കരുണ്ട്. 150 കോടി 200 കോടിയോളം വരുന്ന ക്രിസ്ത്യാനികളുണ്ടായി. ആരിലൂടെ? ഈ 12 പേരിലൂടെ. കാരണം അവർ വിട്ടുപോയില്ല, അവർ കൂടെ നിന്നു. അവർ പറഞ്ഞു, നിത്യജീവന്റെ വചസ് നിന്റെ കൂടെ ഉണ്ടല്ലോ, നിന്റെ കയ്യിലാണ്, നിന്റെ കയ്യിൽ. എവിടെ പോവും ഞങ്ങള്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പഠിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങണ എവിടെയാ തുടങ്ങണേ? ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങണ എവിടെയാ? മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് അമ്മയുടെ വയറ്റിൽ അല്ലേ? ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങണ എവിടെയാ? ഉറക്കെ പറയണം. മാമോദീസായിൽ. ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങുന്നത് ദൈവാലയത്തിൻ്റെ ഏറ്റവും പുറകിലെ ആനവാതിലിൻ്റെ അവിടെ. ദൈവാലയത്തിൻ്റെ ഏറ്റവും പുറകിലെ ആനവാതിലിൻ്റെ അവിടെയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങുന്നത്. അവിടെയാണ് കുഞ്ഞിനെ ജ്ഞാനസ്നാന മാതാപിതാക്കളും
പിന്നെ ബന്ധുജനങ്ങൾ എല്ലാവരും കൂടെ ഈ ആനവാതിലിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് നിർത്തും. അവിടെയാണ് വെയിറ്റ് ചെയ്യണത്. അവിടെ വെയിറ്റ് ചെയ്യും. അവിടെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന, ദൈവാലയ പ്രവേശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ ജ്ഞാനസ്നാനാർത്ഥിയെയും അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെ അവരുടെ അടുത്തേക്ക് പുരോഹിതൻ ക്രമപ്രകാരമുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് ജ്ഞാനസ്നാന മാതാപിതാക്കളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ വന്നതെന്നുള്ള ഒരു അർത്ഥത്തിൽ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും. ആ സമയത്ത് അവർ പറയും, കുഞ്ഞിനെ മാമോദീസ മുക്കി കർത്താവിൻ്റെ സഭയിൽ അംഗമാകണം, അതിനു വേണ്ടിയിട്ടാണ് വന്നേ. വിശ്വാസ സത്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയും. എന്താ? പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രനായ ഈശോ മിശിഹായിലുള്ള വിശ്വാസം, പരിശുദ്ധ റുഹാദുകുത് പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. ഈ വിശ്വാസമൊക്കെ അവനെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കും. മാത്രം പോരാ, എന്ത് ചെയ്യണം? പരിശുദ്ധ സഭയിലൂടെ നൽകപ്പെടുന്ന കൃപാവരങ്ങളിൽ അവൻ വിശ്വാസം ഏറ്റുപറയണം. പുണ്യവാന്മാരുടെ കൂട്ടായ്മയും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായ ജീവിതവും ഏറ്റുപറയണം. പാപത്തെയും പാപമാർഗങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്ന് അവൻ തീരുമാനമെടുക്കണം. അവന് പറ്റാത്തത് കൊണ്ട് അവന് വേണ്ടി അവൻ്റെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ തീരുമാനമെടുക്കും. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവനെ പ്യൂരിഫിക്കേഷൻ നടത്തും, ശുദ്ധീകരണം. ഒരു വിശുദ്ധ തൈലം വെച്ച് അവനെ ശുദ്ധീകരിച്ച് അവനെ ദൈവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കും. സീറോ മലബാർ ക്രമത്തിലാണെങ്കിൽ ദൈവാലയത്തിൽ പ്രവേശിച്ച് ദൈവാലയത്തിൻ്റെ ഇടതുവശത്തുള്ള നിങ്ങൾ കണ്ടിട്ട് സീറോ മലബാർ പള്ളി പണ്ടൊക്കെ എല്ലാ പള്ളികളും ലത്തീം പള്ളികളൊക്കെ അങ്ങനെയായിരുന്നു. 3 അൾത്താരകൾ, പ്രധാനപ്പെട്ട 3 അൾത്താര, പിന്നെ ചെറിയ അൾത്താരകൾ വേറെയും കുറേ കാണും. അപ്പോൾ ഈ അൾത്താരയിൽ, പ്രധാന അൾത്താരയിൽ കാണുന്ന 3 കൂടാരങ്ങൾ അതെന്തിൻ്റെ പ്രതീകമാണെന്നറിയോ? അൾത്താരയിൽ കാണുന്ന 3 കൂടാരങ്ങൾ അതെന്തിൻ്റെ പ്രതീകമാണെന്നറിയോ? അത് മോശയുടെയും ഏലിയായുടെയും കൂടാരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇടതും വലതും കാണുന്നത് മോശയുടെ കൂടാരം നിയമങ്ങളുടെ കൂടാരമെന്നും, വലതുവശത്ത് കാണുന്ന കൂടാരം ഏലിയായുടെ കൂടാരം പ്രവചനങ്ങളുടെ കൂടാരമെന്നും, മധ്യഭാഗത്ത് നിയമങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ ഈശോയുടെ കൂടാരമെന്നും. അതാണ് പ്രധാന അൾത്താര. ഈ 3 കൂടാരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അതാണ്. ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അപ്പസ്തോലന്മാർ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. അത് വെറുതെ ഇങ്ങനെ ഉറക്കപ്പിച്ച് പറഞ്ഞതാണെങ്കിലും അത് വലിയ സത്യമുള്ളതാണ്. എന്താണ്? മോശ നിയമങ്ങളുടെയും ഏലിയ പ്രവചനങ്ങളുടെയും പ്രതീകമാണ്. ഈശോ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ, നിയമങ്ങളെയും പ്രവചനങ്ങളെയും അസാധുവാക്കാനല്ല പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. അതാണ് ഈ 3 കൂടാരം. അതിൽ മോശയുടെ കൂടാരത്തിലാണ് എന്തുള്ളത്? ജ്ഞാനസ്നാന തൊട്ടി വെക്കുന്നത് സാധാരണ പൗരസ്ത്യ ക്രമത്തിൽ. മോശയുടെ കൂടാരത്തിൽ, ഈ മോശയുടെ കൂടാരത്തിൽ വെക്കുന്നത് അവിടെ നിന്നാണ് നിയമം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മോശയുടെ കൂടാരത്തിൽ നിന്ന് പിതാവിൻ്റെ നിയമം സ്വീകരിച്ചവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ ശിരസിൽ കുരിശാകൃതിയിൽ 3 പ്രാവശ്യം വെള്ളമൊഴിച്ച് അവനെ ജലത്താൽ മാമോദീസ മുക്കും. പിതാവായ ദൈവത്തിൻ്റെ ഒരു സ്ഥിരീകരണമാണത്. അതിനുശേഷം ആ കുഞ്ഞിന് ഒരു കത്തിച്ച തിരി, ഒരു വെളുത്ത തുവാലയും കൊടുക്കും. അതിനുശേഷം ഈ കത്തിച്ച തിരികളും വെളുത്ത തുവാലയുമായി പ്രദക്ഷിണമായി മധുവഹായുടെ മുമ്പിൽ, പ്രധാന അൾത്താരയുടെ മുമ്പിൽ വന്ന് അവിടെ വെച്ച് അവൻ പൗരസ്ത്യക്രമത്തിൽ സ്ഥൈര്യലേപനം കൂടെ നൽകും. ഈ സ്ഥൈര്യലേപനത്തിൽ ജലത്താൽ പിതാവിനാൽ അവിടെ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ട ശിശു പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. ജലത്താൽ പിതാവായ ദൈവം അവന് മോശയുടെ ക്രമപ്രകാരം അവിടെ മാമോദീസ കൊടുത്തെങ്കിൽ, ഇതാ ഇവിടെ പരിശുദ്ധാത്മാവിനെയും കൂടെ കൊടുത്ത് സ്ഥൈര്യലേപനം കൂടെ നൽകി ജലത്താലും ആത്മാവിനാലും ഈ ശിശു ഈശോയുടെ കുഞ്ഞായി രൂപാന്തരപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കുഞ്ഞിന് വേണ്ടി പുരോഹിതൻ കർത്താവിൻ്റെ മധുബഹായിൽ പ്രവേശിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ ബലിയർപ്പണത്തിനിടയിൽ ഒരു തുള്ളി ഈശോയുടെ തിരുരക്തം കുഞ്ഞിൻ്റെ നാവിൽ വീഴ്ത്തുക വഴി അവൻ ഈശോ മിശിഹായാൽ മുദ്രിതനാവുക, ഈശോയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയാണ്. അങ്ങനെ പിതാവിലും പുത്രനിലും റൂഹായിലും വീണ്ടെടുക്കപ്പെട്ട ഈ ശിശുവിനെ ബലിപീഠത്തിൽ സമർപ്പിച്ച്, അല്ലെങ്കിൽ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ പണ്ടൊക്കെ ഫോട്ടോഷൂട്ടിനാണെങ്കിലും ഈ അൾത്താരയുടെ മുമ്പിൽ ഇവിടെ ഇങ്ങനെ കിടത്താറുണ്ട്. അത് വെറുതെ കിടത്തണമെന്നല്ല, അത് ബലിപീഠത്തിൽ സമർപ്പിക്കേണ്ടതാ. അവിടെ എന്താ നടക്കുന്നത്? ഇനി മുതൽ ഇവൻ ഈ ബലിപീഠത്തെ ചുറ്റിപ്പറ്റി ഓടണം. ഇത് സ്വർഗമാണ്. ഇത് ബലി അർപ്പിക്കുന്നത് കർത്താവിൻ്റെ ഖബറിടം. കർത്താവിൻ്റെ ഖബറിടത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ശൂന്യമായ കല്ലറയാണ്, അല്ലേ? ഇത് അന്ത്യാത്താഴത്തിൻ്റെ മേശയല്ല. ഇത് എന്തിൻ്റെ മേശയാ? ഇത് കർത്താവിൻ്റെ ഖബറിടമാണ്. ഞാൻ ചില പള്ളികളിൽ ചെല്ലുന്ന സമയത്ത് ഈ ഖബറിടത്തിൻ്റെ അകത്ത് ഈശോയുടെ മരിച്ച രൂപം കിടത്തിയിരിക്കുന്നത് കാണും. എനിക്ക് ഭയങ്കര സങ്കടം. അത് ഈശോയുടെ മരിച്ച രൂപം കണ്ടിട്ടല്ല,
ഈ ബലിപീഠത്തിൻ്റെ അകത്ത് ഈശോയുടെ മരിച്ച രൂപം കിടത്തിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സങ്കടം. കാരണം കർത്താവിൻ്റെ കല്ലറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്താ? അവൻ ഇവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. ഈശോയുടെ കല്ലറയുടെ പ്രത്യേകത എന്നാ? അവിടെ ഈശോ ഇല്ല എന്നുള്ളത് അവൻ്റെ പ്രത്യേകത. അപ്പൊ ബലിപീഠത്തിൻ്റെ അകത്ത് ഈശോയുടെ മരിച്ച രൂപം വെച്ചിരിക്കുന്നതിന് അർത്ഥം എന്നാ? അവൻ ഉയർത്തിയിട്ടില്ല, ഇവിടെ കിടപ്പുണ്ടെന്നാണോ? അതുകൊണ്ട് ഞാൻ ദൈവശാസ്ത്രപരമായിട്ട് അത് ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആത്മീയമായിട്ട് ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. കാരണം ബലിപീഠത്തിൽ ഈശോയെ മരിച്ച രൂപം കിടത്തിയാൽ അതിൻ്റെ അർത്ഥം ഈശോ കല്ലറയിൽ തന്നെ ഉണ്ടെന്നല്ല. അവൻ കല്ലറ പൊളിച്ചെഴുന്നേറ്റവനാണ്. അവൻ്റെ ശരീരം ഇവിടെ ഇല്ല. മാലാഖയുടെ സ്വരം, നീ ആരെയാ നോക്കണത്? അവൻ ഇവിടെ ഇല്ല. അവൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. ബലിപീഠത്തിൽ എഴുതി വെക്കണം, അവൻ ഇവിടെ ഇല്ല. അരുളി ചെയ്തതുപോലെ നമ്മുടെ കർത്താവ് ഉദ്ധിതനാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നീ ഓർക്കണം, ഉദ്ധിതനായ കർത്താവ്, പാപത്തെ തോൽപ്പിച്ചവൻ, എൻ്റെയും നിങ്ങളുടെയും പാപത്തെ ഏറ്റെടുത്ത് പാപത്തെ കുരിശിൽ തറച്ചു കൊന്നു. എന്നിട്ട് അവൻ അടക്കം ചെയ്യപ്പെട്ടു. അവൻ അവിടെ കിടക്കാൻ പറ്റുമോ? ഇല്ല. അവൻ പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്. പാതാളങ്ങളിൽ ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ആ പ്രളയകാലത്ത് ജീവൻ വെടിഞ്ഞു പോയവരോട് വീണ്ടും സുവിശേഷം അറിയിച്ച് തന്നിൽ വിശ്വസിച്ചവരെ എടുത്തുകൊണ്ട് പോയി എന്ന് നമ്മൾ കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട്. ചേർന്ന് പറ ഹല്ലേലൂയ. അവൻ പാതാളങ്ങളിൽ ഇറങ്ങി സുവിശേഷം പ്രഘോഷിച്ച് തൻ്റെ വരവിനെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന പൂർവീകരുടെ ആത്മാക്കളെയും മോചിപ്പിച്ച് പരിശുദ്ധ കുർബാനയിൽ വിജയം വരിച്ച്, പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ കാൽവരിയിലെ ബലിയിൽ വിജയം വരിച്ച് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൻ, അഡ്രസ്സോടുകൂടെ എഴുന്നേറ്റ് വന്നവൻ. ഈശോയുടെ ഉയർപ്പിൻ്റെ പ്രത്യേകത എന്നാ? മറ്റേതെങ്കിലും ഒരു മതപ്രഭാഷകരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതസ്ഥാപകരെ പോലെയല്ല. പറഞ്ഞത് ചെയ്തു. മരിക്കുമെന്ന് പറഞ്ഞു, മരിച്ചു. പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം തകർക്ക്, ഈശോയുടെ ശരീരമാകുന്ന ദേവാലയം തകർക്ക്. 3 ദിവസത്തിനുള്ളിൽ ഞാനത് പുനരുദ്ധരിക്കും. പൂർത്തീകരിച്ചു. 3-ാം ദിവസം അഡ്രസ് ഉള്ളവനായി അവൻ എഴുന്നേറ്റു. 40 ദിവസം അവരുടെ കൂടെ നടന്നു. 40 ദിവസം കൂടെ നടന്ന് അവരോടൊപ്പം നടന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അവസാനം 40-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. അവനിലാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓടണം. എവിടെ ഓടണം? ഈ മധുബഹയെ ചുറ്റിപ്പറ്റി. ഇതൊരു പ്രത്യാശയാണ്. ഇതിൻ്റെ പ്രത്യാശയുടെ അടയാളം എന്താ? അവൻ ഇവിടെ ഇല്ല. അവൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. മാത്രവുമല്ല, ഈ ബലിപീഠം കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ കൂടെ അടയാളമാണ്. ഇത് കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ കൂടെ അടയാളമാണ്. സഹോദരങ്ങളെ, ഈ സിംഹാസനം സ്വർഗീയ ജെറൂസലേമിൻ്റെ അടയാളമാണ്. നമ്മൾ ഓടുന്നത് കർത്താവിൻ്റെ കബറിടത്തെ ചുറ്റിപ്പറ്റി അവൻ്റെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയിൽ, അവൻ്റെ രണ്ടാമത്തുള്ള വരവിനെ ആകാംക്ഷയോടെ കാത്തിരുന്ന് നമ്മൾ ഓടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവസാനം നമ്മുടെ ഓട്ടം പൂർത്തിയാക്കണം. നമ്മുടെ ഓട്ടം പൂർത്തിയാക്കി ഇവിടെ വന്ന് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ തിരുശേഷിപ്പായി ഏലിയായുടെ കൂടാരത്തിൽ സ്വർഗത്തിൽ വസിക്കണം. അപ്പൊ ദേവാലയം ഒരു സ്വർഗമാണ്. ദൈവാലയം എന്ന് പറഞ്ഞതൊരു സ്വർഗം. മോശയും ഏലിയായും നിയമങ്ങളും പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെട്ട മധുബഹ. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധരുടെ നാമകരണ നടപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അവരുടെ തിരുശേഷിപ്പ് ആഘോഷമായിട്ട് കൊണ്ടുവരുന്നത് കാണാം. റോമിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വെച്ച് നടക്കുകയാണെങ്കിൽ ആ നാമകരണം അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട ചടങ്ങും അതുപോലെ വിശുദ്ധ പദപ്രഖ്യാപനത്തിന് ആഘോഷമായിട്ട് അവിടെ തിരുശേഷിപ്പ് കൊണ്ടുവരും. എന്നിട്ട് അൾത്താരയുടെ വലതുവശത്ത് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന പീഠത്തിൽ അത് സ്ഥാപിച്ച് ധൂപിക്കും. എന്താ അതിൻ്റെ അടയാളം? ദൈവാലയത്തിൻ്റെ വലതുവശം പ്രവചനങ്ങൾ, ഏലിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തിരുശേഷിപ്പുകൾ സാധാരണ സൂക്ഷിക്കുന്നത് ഈ വലതുവശത്തെ അൾത്താരയിലാണ്. അവിടെയാണ് സാധാരണ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നത്. അവിടെയാണ് അതായത് സ്വർഗത്തിൽ പിതാവായ ദൈവത്തോടും അല്ലെ പരിശുദ്ധ സിംഹാസനം, അതായത് ഈശോയുടെ പിതാവും പുത്രനും റുഹായും അവരുടെ പ്രധാന മധുബഹായോട് ചേർന്ന് വലതുവശത്ത് വിശുദ്ധന്മാർ, മാലാഖമാർ, സ്വർഗവാസികൾ കുടികൊള്ളുന്ന ഇടം. അപ്പൊ ഇതൊരു വലിയ പ്രതീക്ഷയാണ് എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള പ്രത്യാശ. പക്ഷേ ഇന്ന് നമ്മളുടെ പലരുടെയും ഈ പ്രത്യാശ നശിച്ചു. ഇതെല്ലാം ഒരു എന്തായി, ഒരു റൊട്ടീനായി മാറി. കുർബാനയ്ക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമാണ് ചിലർക്കൊക്കെ. പണ്ട് ഒരു ഇടവക പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു അമ്മച്ചി എല്ലാ ദിവസവും പള്ളി വരും. എല്ലാ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം ഈ അമ്മച്ചി പള്ളി കുർബാന മുടക്കത്തില്ല.
ഒറ്റ ദിവസം മുടക്കത്തില്ല. അപ്പോൾ ഈ അച്ഛന് തോന്നി ഈ അമ്മച്ചി കൊള്ളാലോ, നല്ല അമ്മച്ചി, പ്രായമായി, അല്ല ഒത്തിരി പ്രായമല്ല, ഒരു 10-60 വയസ്സൊക്കെയാണ്, എന്നാലും കുറേ ദൂരെയാണ്, 2-3 കിലോമീറ്റർ ദൂരെയാണ് അമ്മച്ചിയുടെ വീട്. എന്നാലും ഈ അമ്മച്ചി എല്ലാ ദിവസവും വരും. ചിലപ്പോൾ കപ്പ്യാർ പറഞ്ഞതിന് മുന്നേ അമ്മച്ചി വെള്ളി വരും. 1/4 മണിക്കൂർ നേരത്തെ വന്ന് അമ്മച്ചി കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അമ്മച്ചീനെ കാണാനില്ല. ഈ അമ്മച്ചി എവിടെ പോയി? കുറേ നാൾ ഈ അമ്മച്ചി എവിടെ പോയി കാണാനില്ല. അമ്മച്ചീനെ ഇനി അമ്മച്ചിക്ക് എന്തെങ്കിലും രോഗമാണോ, പറ്റിയോ, എന്തെങ്കിലും പറ്റി? അച്ഛൻ അവിടുത്തെ പുതിയ അച്ഛനാണ്, അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആളുകളെ ഒന്നും അധികം പരിചയപ്പെട്ട് വരണേ ഉള്ളൂ. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി വീണ്ടും പള്ളി വരാൻ തുടങ്ങി. അപ്പോൾ അമ്മച്ചി ഒരു ദിവസം വികാരിച്ചിന് ഓടിച്ചെന്ന് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇത്ര നാൾ എവിടെയായിരുന്നു, ഇപ്പോൾ കാണാനില്ല, കുറേ നാൾ കണ്ടില്ലല്ലോ, വല്ല അസുഖം വല്ലതായിരുന്നോ, രോഗം വല്ലതായിരുന്നോ? അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, അല്ല അച്ഛാ, അത് ഞാനൊരു നിയോഗം വെച്ച് പള്ളിയിൽ വന്നതാ. അപ്പോൾ അമ്മച്ചി കുർബാനയ്ക്ക് വന്നേരം അല്ല അമ്മച്ചിയുടെ നിയോഗം എന്തായിരുന്നു? അമ്മച്ചി പറഞ്ഞു, എൻ്റെ നിയോഗം എൻ്റെ മൂത്ത മോളുടെ കല്യാണം നടക്കണം എന്നുള്ളതായിരുന്നു. എൻ്റെ ദൈവമേ. അപ്പോൾ അമ്മച്ചി എന്നിട്ട് കല്യാണം നടന്നു. അപ്പോൾ ഞാനത് 3 മാസം എങ്ങാണ്ട് അമ്മച്ചി പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ ദിവസവും പള്ളി വരുമെന്ന് നേർച്ചയൊക്കെ നേർന്നു, കല്യാണം നടന്നു. അപ്പോൾ ഇപ്പം എൻ്റെ മോൻ്റെ കല്യാണം നടക്കാനുണ്ട് അച്ഛാ. മോൻ്റെ കല്യാണം കൂടെ വേഗം നടക്കണം. ഇപ്പോൾ കല്യാണാലോചന തുടങ്ങി. അപ്പോൾ ഇനി കുറേ നാളെ ഞാനൊരു 3-4 മാസം അടുപ്പിച്ച് പള്ളി വരാൻ നേർച്ച നേർന്നു. അപ്പോൾ ഈ അമ്മച്ചി കുർബാനയ്ക്ക് വന്ന് എന്തിനാ? കല്യാണം നടക്കാൻ. ഈ അമ്മച്ചി തട്ടിപ്പോയാലോ? ഈ അമ്മച്ചി കുർബാനയിൽ ഇത്രയും ത്യാഗം സഹിച്ച് ബലിയർപ്പിക്കാൻ വന്നതിൻ്റെ വല്ല ഗുണമുണ്ടായോ? അമ്മച്ചി ബലിയർപ്പിക്കാൻ വന്ന എന്തിനാ? മോൻ്റെ കല്യാണം നടക്കാൻ. അമ്മച്ചി ബലിയർപ്പിക്കാൻ വന്ന എന്തിനാ? ആദ്യം മൂത്ത മോളുടെ കല്യാണം നടക്കാൻ, നടുവേദന മാറാൻ, ജോലി കിട്ടാൻ. അരുത് സഹോദരങ്ങളെ, അരുത്. അതിലും ഭേദം പള്ളി പോവാതിരിക്കണം. ബലിയർപ്പിക്കാൻ വരുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയാകണം. ബലിയുടെ യഥാർത്ഥ ബോധ്യം തിരിച്ചറിയണം. ബലിയുടെ ബോധ്യം തിരിച്ചറിയാതെ ബലിയർപ്പിക്കാൻ പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിച്ചാൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ പാപം ചെയ്യുന്നു. അയോഗ്യത, നിന്നെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് അകറ്റുന്ന പാപപ്രവൃത്തികൾ നിനക്ക് അയോഗ്യതയാണ്. നിന്നെ ബലിപീഠത്തിൽ നിന്ന് അകറ്റുന്ന പാപപ്രവൃത്തികൾ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് അയോഗ്യതയാണ്. ഈ അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിച്ചാൽ. ഞാനൊരു ദിവസം ഒരു പള്ളിയിൽ, ഒരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ കുർബാനയ്ക്ക് കൊടുക്കുക. ഞാൻ സാധാരണ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിലൊക്കെ നാവി കൊടുക്കാൻ നോക്കും, പരമാവധി കൈ കൊടുക്കും. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഈ ചേച്ചി ഇതെടുത്ത് നാവിലേക്ക് വെച്ചിട്ട് പിന്നെ കയ്യിൽ കുറേ ഈ തിരുശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ കയ്യിലുണ്ടാവും. പിന്നെ എന്തുമാത്രം ശുദ്ധമാണ് ഈ കരങ്ങൾ, അല്ലേ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പഴയ ലത്തീൻ ക്രമത്തിൽ കുർബാന പട്ടം കൊടുക്കൽ ശുശ്രൂഷിക്കും. നമ്മൾ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ ആ പ്രാർത്ഥന കഴിയുമ്പോൾ പണ്ടൊക്കെ നമ്മുടെ പള്ളിയിൽ വൈദികർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലിയിരുന്നു. ഇപ്പോൾ ചൊല്ലുന്നുണ്ടോയെന്ന് അറിയില്ല. അതിൽ ഒരു വാക്യമുണ്ടായിരുന്നു. ഇപ്പോൾ അത് മോഡിഫൈ ചെയ്തു. പണ്ടുള്ള വാക്ക്, അതായത് ഈ പഴയ മലയാളത്തിൻ്റെ പഴയ വാക്കുകൾക്കൊക്കെ ഒരു ശക്തിയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വാക്ക് എന്താണെന്നറിയോ? പൂശപ്പെട്ട കരങ്ങളെ. ഇപ്പം അഭിഷിക്ത കരങ്ങൾ എന്നാക്കി, അത് കുറച്ചൊന്ന് ഭംഗിയാക്കി. എനിക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പൂശപ്പെട്ട കരങ്ങൾ എന്ന് തന്നെ പറയുള്ളൂ. പൂശപ്പെട്ട കരം. എന്താ ഈ പൂശപ്പെട്ട കരം? എൻ്റെ പ്രിയ അമ്മച്ചിമാരെ, നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ ഉണ്ടല്ലോ, കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി വൈദികരാകാൻ പരിശീലിപ്പിക്കണം കേട്ടോ. ഇനി എവിടെ ആകെപ്പാടെ ഒറ്റയും പെട്ടയും 2 ഉള്ളൂ. മരിച്ചവരെ മണി അടിക്കുന്ന പോലെ ഒറ്റയും പട്ടയും അടിക്കൂല. എന്നാലും ഒന്നല്ലെങ്കിൽ ഒറ്റ അല്ലെങ്കിൽ പെട്ട, 2 ഉള്ളൂ. പിന്നെ എങ്ങനെ അച്ഛനാക്കാൻ കന്യാസ്ത്രീയാക്കാൻ വിടണു? ഞാൻ കഴിഞ്ഞ ദിവസം പഴയ ലത്തീൻ ക്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബത്തോട് പറഞ്ഞു. 2 പിള്ളേരേ ഉള്ളൂ, ഒരു പെണ്ണും ഒരു ആണും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇതിങ്ങനെ. അപ്പോൾ കൊച്ച് 4ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പോൾ പെട്ടെന്ന് ആ പെൺകുട്ടി എന്നോട് പറയണു, അയ്യോ അങ്ങനെയാണോ? എന്നാൽ ഞാൻ ഇപ്പോൾ തുടങ്ങി ഇവനെ അച്ഛനാക്കാൻ 4ാം ക്ലാസ്സിൽ തുടങ്ങി. ഇതുവരെ അങ്ങനെ പറഞ്ഞു, നീ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മുതൽ അവനോട് അച്ഛനാവണമെന്ന്. ഒറ്റ മോനേ ഉള്ളൂ, പിന്നെ ഒരു പെൺകുട്ടിയാ, എന്തായാലും അച്ഛനാവണമെന്ന് പറയും. ഞാനത് പറഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യം വന്നേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ പൂശപ്പെട്ട കരങ്ങൾ എന്ന് പറയണേ? പണ്ട് ലത്തീൻ ക്രമത്തിൽ ഒരു പൗരോഹിത്യം ഇപ്പോഴും ഉണ്ടത്, ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉള്ള ഒരു സാധനമാണ് ഈ കൈ പൂശുക എന്നുള്ളത്. പട്ടം സ്വീകരിച്ച പുരോഹിതൻ അവൻ്റെ കൈവെപ്പെല്ലാം കഴിഞ്ഞ് ഉടുപ്പെല്ലാം ഇടിയിച്ച് കഴിയുമ്പോൾ മെത്രാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കും. മെത്രാൻ അവൻ്റെ കരങ്ങൾ ഇങ്ങനെ, മെത്രാൻ്റെ മടിയിൽ ഇങ്ങനെ അവൻ്റെ കരങ്ങൾ അവൻ തുറന്നു വെക്കും. മെത്രാനച്ചൻ എന്ത് ചെയ്യും? പരിശുദ്ധ മൂറോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈത്ത് ക്രിസം, ഇതെടുത്ത് ഈ 2 കൈകളിൽ ഒഴിക്കും. 2 കൈകളിൽ ഇങ്ങനെ ഒഴിക്കും.
എന്നിട്ട് പിതാവിൻ്റെ കൈ കൊണ്ട് ഇതിനെ നന്നായിട്ട് തിരുമ്മി കയ്യിൽ പിടിപ്പിക്കും. ഇതിനെയാണ് പൂശുക എന്ന് പറയുന്നത്. ഇതാണ് പൂശപ്പെട്ട കരം. ഉണ്ടോ? ഇതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിക്കും. എന്നിട്ട് ഈ പിതാവ് എന്ത് ചെയ്യും? ഈ കയ്യ് പണ്ടത്തെ ക്രമത്തിൽ, ഇപ്പോഴും പൂശുന്ന കർമ്മം ഇപ്പോഴും ഉണ്ട്, പക്ഷേ പണ്ടത്തെ ക്രമത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പിതാവ് അച്ഛൻ്റെ കയ്യ് ഇങ്ങനെ തന്നെ അങ്ങ് പിടിച്ചടയ്ക്കും, കൂപ്പി പിടിപ്പിക്കും. എന്നിട്ട് ഒരു വെളുത്ത തുവാല കൊണ്ട് ഈ കയ്യെ പൊതിഞ്ഞ് കെട്ടും. പൂശപ്പെട്ട കരങ്ങൾ. ഈ പൂശി കെട്ടപ്പെട്ട കരങ്ങൾ, ഈ കരങ്ങളും പിടിച്ചുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റ് തൻ്റെ പൂശിക്കെട്ടപ്പെട്ട കരങ്ങൾ എന്ന് പറഞ്ഞ ഇത് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്താൽ പൂശപ്പെട്ട് കെട്ടപ്പെട്ട കരം. ആദ്യം അച്ഛൻ, ഈ നവവൈദികൻ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തെ തൻ്റെ പൂശപ്പെട്ട കരങ്ങൾ ഉയർത്തി കാണിക്കും. ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിക്കും. എല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കുന്നവരെ കാണിക്കും. എന്നിട്ട് ഈ കരങ്ങളുമായി അച്ഛൻ എവിടേക്ക് പോകുന്നറിയോ? ഈ പുത്തനച്ഛൻ എങ്ങോട്ട് പോകുന്നറിയോ? തൻ്റെ പെറ്റ തള്ളയുടെ മുമ്പിലേക്ക് ചെല്ലും. അമ്മയുടെ മുമ്പിൽ ചെന്ന് ഈ പൂശപ്പെട്ട കെട്ടപ്പെട്ട കരങ്ങൾ കാണിക്കുമ്പോൾ അമ്മ അതിൻ്റെ കെട്ടഴിച്ച് സ്വതന്ത്രമാക്കും. എന്നിട്ട് അവൻ ആ കരം തുറന്ന് ആ കരങ്ങൾ കൊണ്ട് തൻ്റെ പെറ്റ അമ്മയ്ക്ക് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ ആശീർവാദം കൊടുക്കും. ആദ്യത്തെ ആശീർവാദം അവിടെയാ, അമ്മയ്ക്ക്, പിന്നെ കുടുംബത്തിന്. അതിനുശേഷം അവൻ നേരെ അൾത്താരയിൽ കയറി വന്ന് ഈ പൂശപ്പെട്ട കരങ്ങൾ കൊണ്ട് ജനത്തെ ആശീർവദിക്കും. ശേഷം ഈ കരങ്ങളും കൊണ്ട് അമ്മയുടെ അടുത്തോട്ട് വീണ്ടും ചെല്ലും. അമ്മ ഈ കരങ്ങൾ പിതാവ് കെട്ടിയ തുണിയുണ്ടല്ലോ, അഴിച്ച തുണി, ആ തുണി കൊണ്ട് ഈ കരം തുടയ്ക്കും. ആ സൈത്ത് അത് തുടച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ തുണി പിന്നെ അമ്മയ്ക്കുള്ളതാണ്. അതൊരു പ്രത്യേക പേടകത്തിൽ അമ്മ മരിക്കുന്നത് വരെ സൂക്ഷിക്കണം. അമ്മ ആ തുണി സൂക്ഷിക്കണം. അമ്മ മരിച്ചു കഴിയുമ്പോൾ തൻ്റെ പുരോഹിതനായ അച്ഛൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛന് വേണ്ടി വേറെ ആരെങ്കിലും, ആ അമ്മ മരിച്ചു കഴിയുമ്പോൾ ആ പെട്ടി അല്ലെങ്കിൽ ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ തൻ്റെ അമ്മ സൂക്ഷിച്ചു വെച്ച തൻ്റെ കരം തുടച്ച കെട്ടിപ്പൂട്ടിയ ആ തുണിയെടുത്ത് തൻ്റെ അമ്മയുടെ ശവമഞ്ചത്തിലെ കൈകളിൽ വെച്ചു കൊടുക്കും. ആ തുണിയോടുകൂടെയാണ് അമ്മ സ്വർഗയാത്ര നടത്തുന്നത്. ഈ അമ്മയ്ക്കൊരു പ്രിവിലേജ് ഉണ്ട്. തൻ്റെ പുത്രനെ പൗരോഹിത്യത്തിന് കൊടുത്ത അമ്മയ്ക്കൊരു പ്രിവിലേജ് ഉണ്ട്. അവൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മറ്റെല്ലാവരേക്കാൾ മുമ്പിൽ ഈ തുണി ഇതൊരു അടയാളമാണ്. ഇതാ എൻ്റെ പുത്രൻ പുരോഹിതനാ, എൻ്റെ പെറ്റ വയറ്, ഇതൊരു പുരോഹിതനെ വഹിച്ച ഉദരമാണ്. പരിശുദ്ധ അമ്മയെ പോലെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്രിവിലേജ് അത്. അവൾ അതും കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അവൾക്ക് മറ്റെല്ലാവരേക്കാൾ സ്വർഗത്തിലൊരു പ്രിവിലേജ് ഉണ്ടെന്ന് ആദിമ സഭ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഈ ചടങ്ങ് സഭയിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് എല്ലായിടത്തുമൊക്കെ ചെയ്യണില്ല, എന്നാലും ഞാൻ പട്ടം കിട്ടുമ്പോൾ അത് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്നിട്ട് ആ കുടുംബത്തിൽ ഞാനിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1-2 പിള്ളേരുള്ളെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കും, മക്കളെ അച്ഛനാക്കാൻ ഒരുക്കട്ടെ, അങ്ങനെയാണ് പുരോഹിതരുണ്ടാകട്ടെ. അതിനെ കൊടുക്കുമ്പോൾ അപ്പോൾ വേറെ വേണം, നിങ്ങളുടെ തലമുറ നീണ്ടു നിൽക്കാൻ വേറെ പിള്ളേർ വേണ്ടേ. അപ്പം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അപ്പോൾ എൻ്റെ ബ്രദർ എന്ത് ചെയ്യും, എനിക്ക് ഒരെണ്ണേ ഉള്ളൂ, ഇനി തലമുറ കണ്ടിന്യൂ ചെയ്യാൻ വേറെ പിള്ളേരില്ല. അതെന്നാ കാരണം ചേച്ചി? അത് ഞങ്ങൾ പ്രസവം നിർത്തിപ്പോയി, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, വേഗം ഓടിക്കോ, കുഴിക്കാട്ടുശ്ശേരിയിൽ ഒരു ആശുപത്രി ഉണ്ട്, പ്രസവം നിർത്തിയത് വീണ്ടും തുറന്നു തരുന്ന ആശുപത്രി, ഓടിക്കോളാൻ പറഞ്ഞു. പോയി അത് ചെയ്തു. ഞാനിപ്പോൾ ഒരു 19 പേരെങ്കിലും അവിടെ വിട്ട് റീകൺലൈസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പിള്ളേരുണ്ടാവട്ടെന്നേ. എന്തിയായി പിള്ളേരെ കുറച്ച് സുഖിക്കാൻ, നമുക്ക് സുഖം ഉണ്ടായി സുഖിക്കാൻ വേണ്ടിയല്ലേ. ഇപ്പം എന്തായി? സുഖിക്ക് 10-15 വയസ്സാകുമ്പോൾ പിള്ളേർ കഷ്ടപ്പെടും, അല്ല പിള്ളേർ കാരണം കൂടെ കാരണവന്മാർ കഷ്ടപ്പെടും അല്ലേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതല്ല, പൗരോഹിത്യത്തിന് വിലയുണ്ട്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ കൈകൊണ്ട് സ്പർശിക്കാൻ വേണ്ടി ഈ പുരോഹിതനെ കർത്താവ് സഭയിലൂടെ അവൻ്റെ കരം ശുദ്ധീകരിച്ച് ആ കരം പൂശി അതിനെ വെടിപ്പുള്ളതാക്കി അയക്കുകയാണ്. ഈ കരങ്ങളിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സംവഹിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ നീ എന്തായി കാണണം? പരിശുദ്ധ കുർബാന ഈ ലോകത്തിൽ മറ്റേതൊരു പ്രാർത്ഥനയേക്കാൾ പരമോന്നതമാണെന്ന് മനസ്സിലാക്കണം. ഇത് കർത്താവ് സ്വന്തം ശരീരത്തിൽ ത്യാഗം സഹിച്ച്, സ്വന്തം ശരീരത്തിൽ വേദന സഹിച്ച്, സ്വന്തം ശരീരം പിളർന്ന് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന എന്നുകൂടി ഓർക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുർബാനയെ സമീപിക്കുമ്പോൾ വേണ്ടത്ര ഒരുക്കത്തോടെ പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
കുർബാനയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില അമ്മച്ചിമാരൊക്കെ കുർബാനയ്ക്ക് പോണ സമയത്ത് എങ്ങനെയാ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോണ സമയത്ത് വീട്ടിലെ ഏറ്റവും മോശം സാരി എടുത്തു, അല്ല പെട്ടിയിൽ മടക്കി വെച്ചേക്കണം ഏറ്റവും പഴയ സാരിയാണ് അനുദിന കുർബാനയ്ക്ക്. പെരുന്നാൾ വരുമ്പോൾ പട്ട് സാരി, അതെന്തിനാ 10 പേരെ കാണിക്കണം. കല്യാണത്തിന് പോകുമ്പോൾ ഏറ്റവും വലിയ സാരി. നമ്മൾ കാറ്റഗറി കുർബാനയ്ക്ക് പോകാൻ ഏറ്റവും മോശം. എൻ്റെ പൊന്നമ്മച്ചി, തട്ടിപ്പോയി കിടന്ന് കീറിയ 2 സാരി ഉടുപ്പിച്ച് കയറ്റി വിടണം അല്ലേ? പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ശരീരത്തിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ശുദ്ധത വേണം, പാപമില്ലാത്ത അവസ്ഥ. അതോടൊപ്പം ശരീരം ശുദ്ധമായിരിക്കണം. ഏറ്റവും നന്നായിട്ട് പോകണം, ഏറ്റവും നന്നായിട്ട് പോകണം. നന്നായിട്ട് വസ്ത്രം ധരിച്ച് അടക്കോതുക്കത്തോടെ, പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ. അത് കുർബാനയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയല്ലേ? ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ പോകുമ്പോൾ വീട്ടിലെ പഴയ സാരി എടുത്ത് കൊടുത്തുകൊണ്ട് പോവോ? ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ പോകുമ്പോൾ പോവോ? മിണ്ടല്ലോ. ഇന്ത്യൻ പ്രസിഡന്റ് വല്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുമ്പോൾ പോവോ? ഏറ്റവും നല്ലതിട്ടല്ലേ പോവുള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവ് നിന്റെ നാവിലേക്ക് അലിഞ്ഞ് നിന്റെ ശരീരത്തിലേക്ക് വരുന്ന ഈ പരമകൂദാസയെ നീ സമീപിക്കുമ്പോൾ എങ്ങനെ നിനക്ക് ഈ ലാഘവത്തോടെ പോകാൻ പറ്റും? ഈ പ്രപഞ്ചത്തിന്റെ ഉടയവൻ നിന്നിലേക്ക് അലിഞ്ഞിറങ്ങാൻ പോവാ. അതുകൊണ്ട് പരിശുദ്ധ കുർബാന ഏറ്റവും ശ്രേഷ്ഠമായി കരുതണം സഹോദരങ്ങളെ.